ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി അൻ അൻദിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കിയാലും ഹദീസ് എടുത്തു നോക്കിയാലും ഉപ്പയെ ഉമ്മയെ പരിഗണിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു തആല സ്ഥാനം നൽകിയത് ഉമ്മയ്ക്കാണ്. കാരണം എന്താണ്? 3 കാര്യം ഉപ്പയിൽ നടക്കാത്തത് ഉമ്മയിലൂടെ സംഭവിക്കുന്നു. അത് ചെറിയ കാര്യമല്ല, അത് വലിയ കാര്യമാണ്. അത് വലിയ കാര്യം തന്നെയാണ്. അത് ഉപ്പയെ കൊണ്ട് സാധ്യമാകാത്ത കാരണത്താൽ അത് ഉമ്മയ്ക്ക് മാത്രമേ കഴിയൂ. അത് വളരെ ത്യാഗമാണ്, വളരെ പ്രയാസമാണ്, വളരെ കഷ്ടപ്പാടാണ്, വളരെ വേദനയാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മയ്ക്കാണ് കൂടുതൽ സ്ഥാനം നൽകിയത് ഉപ്പയേക്കാൾ. മാതാപിതാക്കളെ പരിഗണിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, മാതാപിതാക്കളോട് ഉപകാരം ചെയ്യണം, അവരെ നിങ്ങൾ എല്ലാ നിലയ്ക്ക് സംരക്ഷിക്കണം, സഹായിക്കണം എന്നൊക്കെ അല്ലാഹു തആല പറഞ്ഞിട്ട് തൊട്ടടുത്ത് ഉമ്മയുടെ മഹത്വത്തെ കുറിച്ചാണ് പറയുന്നത്. സൂറത്തുൽ ലുഖ്മാൻ, സൂറത്തുൽ അഹ്ഖാഫ് പരിശോധിച്ചാൽ നമുക്ക് കാണാം. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ വഫിസാലുഹു ഫീ ആമൈൻ അനിഷ്കുർ ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ. സൂറത്തുൽ ലുഖ്മാൻ, സൂറത്തുൽ അഹ്ഖാഫിൽ അല്ലാഹു തആല പറയുന്നു, ووصينا الإنسان بوالديه إحسانا حملته أمه كرها ووضعته كرها وحمله وفصاله 30 شهرا. സൂറത്തുൽ അഹ്ഖാഫ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളോട് ഉപകാരം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് അല്ലാഹു ഉമ്മയെ കുറിച്ചാണ് പറയുന്നത്. സൂറത്തുൽ ലുഖ്മാൻ മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് അല്ലാഹു ഉമ്മയുടെ മഹത്വം പറയുന്നത്. അല്ലാഹു തആല പറയാണ്, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി, നാം നമ്മുടെ ദാസന്മാരോട് കൽപ്പിക്കുന്നു തന്റെ മാതാപിതാക്കളോട് നന്മയോടെ വർത്തിക്കണമേ, ഉപകാരമുള്ളവരാകണമേ. കാരണം എന്താണ്? ഹമലതുഹു ഉമ്മുഹു വഹനാ, ആ ഉമ്മയാണ് നിന്നെ ക്ഷീണത്തിന്റെ മേൽ ക്ഷീണം സഹിച്ച് നിന്നെ കൊണ്ടു നടന്നത്. മാതാപിതാക്കളുടെ മഹത്വം പറഞ്ഞ അല്ലാഹു പറഞ്ഞ എന്താ? ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ, ക്ഷീണത്തിന്റെ മേൽ ക്ഷീണം. ഉപ്പല്ല ചുമന്നത്, അവനെ ചുമന്നത് ആര്? ഉമ്മയാണ്. ഉമ്മയാണ്. 10 മാസക്കാലത്തോളം ആ ഉദരത്തിൽ കൊണ്ട് നടന്നത് ഉമ്മയല്ലേ, ഉമ്മയല്ലേ. വവളഅതുഹു ഖുർഹാ, വളരെ വേദനയോടെയല്ലേ ആ ഉമ്മ നിന്നെ ഈ ലോകത്തേക്ക് സമർപ്പിച്ചത്. മാത്രമല്ല വഫിസാലുഹു ഫീ ആമൈൻ, 2 വർഷം നിനക്ക് മുല നൽകിയത്, പാല് നൽകിയത് ആ ഉമ്മയല്ലേ. അല്ലാഹു പറയുകയാണ്, അനിഷ്കുർ ലീ വലിവാലിദൈക, എനിക്കും നിന്റെ മാതാവിനും നിന്റെ പിതാവിനും നീ നന്മ ചെയ്യണമേ. ആ മാതാപിതാക്കൾക്കും എനിക്കും നീ നന്ദിയുള്ളവനാകണമേ. ഇലയ്യൽ മസീർ, ഇലയ്യൽ മസീർ, എന്നിലേക്കാണ് മടക്കം. സൂക്ഷിച്ചോ. മാതാപിതാക്കളെ അവഗണിക്കുകയും അവരെ അവഹേളിക്കുകയും അവരെ അപമര്യാദയോടുകൂടി കാണുകയും അവരെ സംരക്ഷിക്കാതിരിക്കുകയും അവരെ പീഡിപ്പിക്കുകയും ചെയ്താൽ എന്നിലേക്കാണ് നിന്റെ മടക്കം. സൂക്ഷിച്ചോ, ഞാൻ നിന്നെ കൈകാര്യം ചെയ്യും. അള്ളാഹ് പറയുന്നത് തക്കീത്. കാരണം എന്താ? മാതാവ് ചെയ്തത് 3 കഠിനമായ അധ്വാനമാണ്. ഒന്ന്, ഹമലതുഹു ഉമ്മുഹു വഹനാ അലാ വഹൻ, ക്ഷീണത്തോടെയാണ് അവൾ നമ്മളെ ഗർഭം ചുമന്നത്. ഉപ്പയെ കൊണ്ട് പറ്റാത്ത പണിയായത്. ഉപ്പയെ കൊണ്ട് പറ്റുമോ? കുട്ടികൾ തന്നെ പറയുന്നത് പറ്റൂല.
പിന്നെ ഉമ്മയെ ചുമക്കാൻ പറ്റും, ഗർഭിണിയെ ചുമക്കാൻ പറ്റും. ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി ഓട്ടോറിക്ഷയിലോട്ട് എടുത്ത് വയ്ക്കാം, അവിടെ സ്ട്രെച്ചറിലോട്ട് എടുത്ത് വെക്കാൻ വേണ്ടി ലേബർ റൂമിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഉമ്മയെ ചുമക്കാൻ പറ്റും ഭർത്താവിന്. പക്ഷെ ഭർത്താക്കന്മാർക്ക് ഗർഭം ചുമക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇത് വലിയ പണിയാണ്, ഇത് വലിയ പണിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മക്കാണ് അതിനുള്ള ഭാഗ്യം നൽകിയത്. കുറഞ്ഞ ഭാഗ്യമല്ല, അത് വലിയ ഭാഗ്യമാണ്. ആ സന്ദർഭത്തിലെങ്ങാണ് ആ ഗർഭിണിയായിരിക്കുന്ന സമയത്തോ പ്രസവിച്ച സന്ദർഭത്തിലോ പാല് കൊടുക്കുന്ന 2 വർഷ കാലയളവിലോ അവൾ മരണപ്പെട്ടാൽ അവൾ ഷഹീദാണ്, രക്തസാക്ഷിയാണ്. രക്തസാക്ഷി അള്ളാഹുവിന്റെ മുന്നിൽ ഷഹീദാക്കപ്പെട്ടവരെ പോലെയാണ്. ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് സ്വർഗം തന്നെയാണ്. ഈ ഒരു ഭാഗ്യം ഉപ്പാക്ക് കിട്ടോ? ഉപ്പാക്ക് കിട്ടില്ല ഈ ഒരു ഭാഗ്യം. ഗർഭിണിയായിരിക്കുന്ന സമയത്തോ പ്രസവിച്ച സമയത്തോ നിഫാസിന്റെ കാലയളവിലോ ആ ഉമ്മ കുട്ടിക്ക് പാല് കൊടുക്കുന്ന 2 വർഷത്തിന്റെ സമയത്ത് ഏതെങ്കിലും ഒരു പെണ്ണ് മരണപ്പെട്ടാൽ അവൾക്ക് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല. വലിയ ഭാഗ്യമാണ്. വാണങ്ങളൊക്കെ ധരിക്കുന്നുണ്ടോ നമുക്കൂടെ ഗർഭം ചുമന്നാ കൊള്ളാന്ന്. ഗ്യാസിന്റെ അസുഖം വരുമ്പോ നമുക്ക് കിടക്കാൻ പറ്റൂല, പിന്നെയാണല്ലേ ഗർഭം ചുമക്കാന്ന് പറഞ്ഞാൽ അല്ലേ? എന്തായിരിക്കും വിഷമം? വല്ലാത്ത വിഷമമായിരിക്കും ഇല്ലേ പ്രസിഡന്റ്? വല്ലാത്ത വിഷമമായിരിക്കും. അപ്പൊ അവരൊന്ന് സമ്മതിക്കണ്ടേ? 10 മാസം എഴുന്നേക്കാൻ പറ്റൂല, ഇരിക്കാൻ പറ്റൂല, വലത്തോട്ട് ചരിഞ്ഞ് കിടക്കാൻ പറ്റൂല, ഇടത്തോട്ട് ചരിയാണെങ്കിൽ പിന്നെ എഴുന്നേക്കണം, പിന്നെ ഇടത്തോട്ട് ചരിഞ്ഞ്, ഭയങ്കരമായ ബുദ്ധിമുട്ട്. 10 മാസം. ആ കുഞ്ഞിനേക്കാളും ആ മാതാവ് ആ കുട്ടിക്ക് വേണ്ടി തന്റെ വേദനകളെ, തന്റെ പ്രയാസം, തന്റെ ദുഃഖം, തന്റെ വിഷമമെല്ലാം മാറ്റിവെക്കുകയാണ്. അതാണ് വഹനല്ല മകൻ. വളരെ ദുഃഖത്തോടെ, വളരെ വിഷമത്തോടെ, വളരെ പ്രയാസത്തോടെയാണ് കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് ഗർഭിണിയായ പെണ്ണിന് നമസ്കാരത്തിന് കൂലി കൂടുതലാണ്. ഗർഭിണിയായ പെണ്ണ് അള്ളാഹയെ വിളിച്ചാൽ കൂലി കൂടുതലാണ്. ഗർഭിണിയായ പെണ്ണ് ഖുർആൻ ഓതുന്നതിന് കൂലി കൂടുതലാണ്. ഒരു റക്അത്ത് നമസ്കാരത്തിന് ആണുങ്ങൾ നമസ്കരിക്കുന്നതിനേക്കാൾ അവൾക്ക് കൂലി കൂടുതലാണ് ഗർഭിണിയായ പെണ്ണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ കുറിച്ചൊക്കെ ധാരാളം മഹത്വം പറയുന്നുണ്ട്. ഇപ്പൊ ഗർഭിണിയുടെ മഹത്വം പറയലല്ല എന്റെ വിഷയം, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഗർഭം, പ്രസവം, മുല കൊടുക്കുക, ഈ 3ഉം ഒരു വിഷയം തന്നെയായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്നാലേ പെണ്ണുങ്ങൾക്ക് പ്രസവിക്കുന്നതിന്റെ മഹത്വം അറിയുള്ളൂ, ഗർഭം ചുമക്കുന്നതിന്റെ മഹത്വം അറിയുള്ളൂ. അത് അറിയാത്തത് കൊണ്ടാണ് ഇപ്പൊ 1ലും 2ലും കൊണ്ട് സ്റ്റോപ്പ് ആക്കുന്നത്. അത് കഷ്ടിച്ചിട്ടാണ്. ഇതിന്റെ മഹത്വം മനസ്സിലാക്കിയിരുന്നെങ്കിൽ പെണ്ണുങ്ങൾ പറയും, അല്ലാഹുവേ ഞാൻ എത്ര വേണമെങ്കിലും പ്രസവിച്ചോളാം, കാര്യം ആഖിറത്തിൽ കൂലി കിട്ടിയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതാണല്ലോ പറഞ്ഞത്, നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണിനെ തെരഞ്ഞെടുക്കണം. തസവ്വജു അൽ വലൂദ് അൽ വദൂദ്, സ്നേഹിക്കുന്ന പെണ്ണ്, കൂടുതൽ സ്നേഹിക്കുന്ന പെണ്ണ്, കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണ്, നിങ്ങൾ അവളെ തെരഞ്ഞെടുക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ അറിയാനാ ഉസ്താദേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കന്യകയായ പെണ്ണ് കൂടുതൽ പ്രസവിക്കുമെന്നാണ്. فإنهن أعذب أفواها وأنتق أرحاما وأنتق أرحاما وأرضى باليسير أو كما قال رسول الله صلى الله عليه وسلم. അതുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഗർഭിണികളുടെ മഹത്വത്തെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുവെങ്കിൽ ആ സന്ദർഭത്തിൽ അവൾ മരണപ്പെട്ടാൽ അവൾ സ്വർഗസ്ത്രീയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഗർഭിണിയായിരിക്കും, മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണ്ട. ചിലപ്പോ എന്തെങ്കിലും പ്രസവ സമയത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർ മരണപ്പെട്ടു പോകുമ്പോൾ അതിന് പിന്നെ ദുഃഖിക്കേണ്ടതില്ല എന്നാണ് അതിന്റെ അർത്ഥം. حملته أمه وهنا على وهن وفصاله في عامين. 2 വർഷം പാല് കൊടുക്കുന്നു. 2 വർഷം ഉമ്മയാണ്. والوالدات يرضعن أولادهن حولين كاملين. 2 വർഷം പരിപൂർണമായി പാല് കൊടുക്കാനാണ് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നതെങ്കിൽ എന്റെ സഹോദരിമാരെ, അത് 1 വർഷം കൊണ്ടോ 1.5 വർഷം കൊണ്ടോ നിർത്തിക്കളയരുതേ. ഖുർആനിന് എതിരാണ്, ഖുർആനിന് എതിരാ. ഒരു കുട്ടിയുടെ ബുദ്ധി വളർച്ചയ്ക്ക് കാര്യം ഉമ്മാന്റെ മുലപ്പാലാണ്. പശുപാൽ കൊടുത്താലൊന്നും ബുദ്ധി വളരൂല. അത് അമ്മക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പശുപാൽ എടുക്കുന്നു, അല്ലെങ്കിൽ നിടോ കലക്കി കൊടുക്കുന്നു, സായിപ്പിന്റെ പാല് കലക്കി കൊടുക്കുന്നു. ഇതൊക്കെയല്ലേ കൊടുക്കുള്ളൂ. ഉമ്മ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മാക്ക് പാല് കൊടുത്തത് കുട്ടിക്ക് കൊടുക്കാനാ, ചായ അനത്താനൊന്നുമല്ല. അത് കുട്ടിക്ക് തന്നെ കൊടുക്കണം. ചില പെണ്ണുങ്ങൾ അത് കൊടുക്കൂല. കൊടുക്കാതെ എന്താ സൗന്ദര്യം നഷ്ടപ്പെടും. സൗന്ദര്യം നഷ്ടപ്പെടും പോലും പാല് കൊടുത്ത. പിന്നെ ഇത് എങ്ങോട്ട് പോകും സംഭവം? ഇതല്ല കൊടുത്ത അതിനു വേണ്ടിയിട്ടാണ്. 2 വർഷം നിർബന്ധമായിട്ട് പരിപൂർണമായിട്ട് ഉമ്മ കുട്ടിക്ക് പാല് കൊടുക്കണം. പിന്നെ ചില ഉണ്ട്, ഇപ്പൊ 1 വർഷം ആകുമ്പോഴത്തെ തന്നെ അടുത്ത ഗർഭിണിയാവോ, പിന്നെ അങ്ങനെ പാല് കൊടുക്കുക, അങ്ങനെയുണ്ട് പ്രശ്നം.
അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഗർഭിണികൾ പാൽ കൊടുക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ ആ പാല് കുട്ടിക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ അതൊക്കെ ഹദീസിലുള്ള സംഭവങ്ങളാണ്. പോട്ടെ, നമ്മൾ അങ്ങോട്ട് കടക്കുന്നില്ല, അതൊക്കെ വിഷയം വേറെയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഫിസാലുഹു ഫി ആമീൻ, 2 വർഷം മാറി നിൽക്കണം. വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് ഭർത്താക്കന്മാരെ അടുപ്പിക്കുക പോലുമില്ല. നാണക്കേടാ കയറി പോകുന്നത്. പോകാനേ പാടില്ല, നാണക്കേടാ. നമ്മുടെയൊക്കെ നാട്ടിൽ പോയില്ലെങ്കിൽ പെട്ടെന്ന് പള്ളിയിലേക്ക് പരാതി കൊടുക്കുക, പ്രസവിച്ചിട്ടിട്ട് ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കമ്മിറ്റി തീരുമാനമെടുക്കണമെന്ന്. ഇവിടെ അല്ലേ, നമ്മുടെയൊക്കെ നാട്ടിൽ അങ്ങനെയാണ്. അവിടെ വടക്കൻ ജില്ലയിൽ പോകാനേ പാടില്ല, നാണക്കേടാ. പിന്നെ പകലെങ്ങനെങ്കിലൊക്കെ പോയിട്ട് പെട്ടെന്ന് വന്നേക്കണം, ആരും കാണരുത്. അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മൾ ആലോചിക്കുക, വടക്കുന്ന് പോയി പെണ്ണ് കെട്ടിയാൽ മതിയായിരുന്നു അല്ലേ? ആ സമയത്ത് മാത്രമേ നിങ്ങൾ അന്വേഷിക്കാതുള്ളൂ, ബാക്കി എല്ലാ സമയത്തും അവിടെ തന്നെ കാണണം. പിന്നെ എങ്ങോട്ടും പോകാൻ പറ്റൂല, അത് വേറെ വിഷയം. സൂറത്തുൽ അഹ്ഖാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വവസൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാനാ ഹമലതു ഉമ്മുഹു ഖുർഹാ വവളഅതു ഖുർഹാ. വളരെ ദുഃഖത്തോടെ, വേദനയോടെ, ക്ഷീണത്തോടെയാണ് ആ ഉമ്മ നിന്നെ പ്രസവിച്ചത്. അതുകൊണ്ട് ആ മാതാവിനോട് നീ ഉപകാരമുള്ളവനാകണമേ, ആ മാതാവിനെ നീ ഉപദ്രവിക്കരുതേ. പരിശുദ്ധമായ ഖുർആൻ 3 കാര്യങ്ങൾ ഈ ഉമ്മ രഹസ്യമായിട്ട് ചെയ്യുന്ന കർമ്മമാണ്, അമലാണ്. ഒന്ന് ഗർഭം, അത് ഉമ്മ എപ്പോഴും മറച്ചുകൊണ്ട് നടക്കുള്ളൂ. ഭർത്താവിന്റെ മുന്നിലാകട്ടെ, വീട്ടിലാകട്ടെ, നാട്ടിലാകട്ടെ, എവിടെയായാലും മറച്ചുകൊണ്ട് നടക്കുള്ളൂ. ചില പെണ്ണുങ്ങൾ ബ്ലൗസും സാരിയും ഉടുക്കും. ബ്ലൗസും ഇവിടെയൊക്കെ ഉണ്ടോന്ന് അറിയില്ല, നമ്മുടെയൊക്കെ നാടൻ ശൈലിയാണല്ലോ. ഗർഭിണിയായി കഴിഞ്ഞാൽ അവളുടെ ഡ്രസ്സ് മാറ്റിക്കളയും, വയറ് കാണാതിരിക്കാൻ വേണ്ടി ആരും. അതാണ് അതിന്റെ അർത്ഥം. അത് മറപ്പിച്ചു വെക്കുന്നു, ഹംല് മറച്ചു വെക്കുന്നു. അതേപോലെ വിലാദത്ത്, പ്രസവം മറച്ചു വെക്കുന്നു. ഭർത്താവ് പോലും കാണാറില്ല നമ്മുടെ ഭാര്യ പ്രസവിക്കുന്നത്, ഭർത്താവ് കാണാറില്ല. ലേബർ റൂമിൽ കൊണ്ടുവന്നു, പെണ്ണുങ്ങളാണ് എന്റെ ഉത്തരവാദിത്വം. അത് രഹസ്യമായിട്ടാണ് ആ കാര്യങ്ങൾ നടക്കുക. 3-ാമത് ഇർളാ, പാല് കൊടുക്കുന്നത് മറച്ചു വെച്ചിട്ടാണ്. സ്വന്തം ഇക്കാണെങ്കിലും ഉപ്പാണെങ്കിലും മാമ ആണെങ്കിലും തന്റെ മുന്നിൽ വന്നാൽ മറച്ചു വെച്ചിട്ടാണ്, ഒളിച്ചു പോയിട്ടാണ് അവള് പാല് കൊടുക്കുന്നത്. ഈ 3 കാര്യം രഹസ്യമായിട്ട് കൈകാര്യം ചെയ്യുന്നവളാണ് പെണ്ണ്. അതുകൊണ്ട് അവൾക്കാണ് ആണിനേക്കാൾ സ്ഥാനം പരിശുദ്ധ ഇസ്ലാം. ആണും പെണ്ണ് സമത്വമാകും. അപ്പൊ ആണും പെണ്ണ് സമത്വം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ലിംഗവാദം നടക്കുകയാണ്. ലിംഗവാദം, സമത്വവാദം എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ശരിയാകും? ആണും പെണ്ണ് എങ്ങനെ സമത്വാകും? ഈ ആണും പെണ്ണ് സമത്വാകുമെന്ന് പറയുന്നവനോട് പറയണം, നിങ്ങളൊന്ന് ഗർഭം ധരിക്കണം, നിങ്ങളൊന്ന് പ്രസവിക്കണം, നിങ്ങളൊന്ന് പാൽ കൊടുക്കണം കുട്ടിക്കൊന്ന് പറഞ്ഞു നോക്ക്. അപ്പൊ അവനറിയാം, അവനെ പോയിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വരും. പിന്നെ അവസാനം ആണും പെണ്ണ് സമത്വം എന്ന് പറഞ്ഞ് നടക്കുന്നവർ. അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരു സഹാബി വന്നിട്ട് ചോദിക്കുകയാണ്. നമ്മുടെ ബഹുമാനമുള്ള ഉസ്താദ് അവിടെ പ്രസംഗിച്ചു. അത് ഉമ്മാന്റെ മഹത്വം അറിയാൻ വേണ്ടി പറയാണ്. ജാ റജുലുൻ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാൽ, ഒരു സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വന്നുകൊണ്ട് ചോദിക്കുകയാ, അല്ലാഹുവിന്റെ റസൂലേ, മൻ ഹഖുന്നാസി ബിഹുസ്നി സഹാബതി, എനിക്ക് ഏറ്റവും കൂടുതൽ സഹവാസം ആരോടാകട്ടെ നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു സഹാബി ചോദിച്ചപ്പോ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു, ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. അതറിയാൻ നബിയേ. സുമ്മയ്യൻ, രണ്ടാമത് ഞാൻ ആരോടാണ് ഏറ്റവും കൂടുതൽ സഹവസിക്കേണ്ടതെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബി ചോദിച്ചപ്പോ രണ്ടാമത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ച ചോദ്യത്തിന് നബി തങ്ങൾ മറുപടി പറയുകയാണ്, ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്, നിന്റെ ഉമ്മയോടാ. മൂന്നാമത് അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബി ചോദിക്കുകയാണ്, മൻ ഹഖുന്നാസി ബിഹുസ്നി സഹാബതി, ഞാൻ ഏറ്റവും കൂടുതൽ സഹവാസം ആരോടായിരിക്കണം നബിയേ. മൂന്നാമത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്, ഉമ്മയോടാ. നാലാമത്തെ ചോദ്യത്തിനാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, അബൂക, നിന്റെ ഉപ്പയോടാണ്. നമുക്കൊക്കെ 4ാമത്തെ ചാൻസേ ഉള്ളൂ കേട്ടോ. ഈ മറയ്ക്കപ്പുറത്തിരിക്കുന്നവർക്ക് 3 സ്ഥാനം അവർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് പറഞ്ഞു, ഉമ്മുക, എല്ലാം ഉമ്മയാണ്. ഈ ത്യാഗം സഹിച്ചത് കൊണ്ടാണ്, ഈ 3 ത്യാഗം സഹിച്ചുകൊണ്ട് 3 പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഉമ്മ, എന്റെ ഉമ്മയാണ് വലുത്. വാപ്പാന്റെ കാലിന്റെ കീഴിൽ സ്വർഗം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലല്ലോ. എവിടെയെങ്കിലും പറഞ്ഞോ? എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ?
വാപ്പാന്റെ കാലിന്റെ കീഴിൽ സ്വർഗം എന്ന് പറഞ്ഞില്ല, ഉമ്മാന്റെ കാലിന്റെ കീഴിലാണ് സ്വർഗം എന്ന് പറഞ്ഞത്. ഉമ്മാന്റെ കാലിന്റെ കീഴിലാണ് സ്വർഗം എന്ന് പറഞ്ഞത്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഹളറത്തിലേക്ക് അള്ളാന്റെ മാർഗത്തിൽ ധർമ്മ സമരത്തിന് വേണ്ടി വന്ന സ്വഹാബി നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് പറയുകയാണ്, നബിയേ, ഞാൻ ജിഹാദിന് പേര് നൽകുകയാണ്, പക്ഷെ എന്റെ ഉമ്മയ്ക്ക് ഞാനല്ലാതെ മറ്റാരും സംരക്ഷണമില്ല യാ റസൂലല്ലാഹ്. എന്റെ വരവ് കണ്ടുകൊണ്ട് എന്റെ മാതാവ് പൊട്ടിക്കരഞ്ഞു പോയി നബിയേ, എങ്കിലും അതിനേക്കാൾ വലുത് ജിഹാദ് അല്ലയോ നബിയേ, അതുകൊണ്ട് എന്റെ പേരെഴുതണേ യാ റസൂലല്ലാഹ്. ഞാൻ അതിനു വേണ്ടി തയ്യാറാണ്. കേട്ട മാത്രമേ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നിന്റെ ഉമ്മാന്റെ അരികിലേക്ക് നീ മടങ്ങി പോകണേ. ആ മാതാവിന്റെ കാല് നീ പിടിക്കണേ. ഫസമ്മൽ ജന്ന, അവിടെയാണ് സ്വർഗമെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? അതിനേക്കാൾ വലുത് ഉമ്മയ്ക്ക് സംരക്ഷണം നൽകലാണ്, ഉമ്മയെ സഹായിക്കലാണ്, ഉമ്മക്ക് ഖിദ്മത്ത് ചെയ്യലാണ്. ഏറ്റവും വലിയ ഭാഗ്യമല്ലേ, കുറഞ്ഞ കാര്യമാണ്. നമുക്ക് ഫ്രീ ആയിട്ട് അള്ളാഹു തരുന്ന കടമയല്ല, കാര്യമല്ല ഇത്. ഖുർആനിൽ എവിടെയാ അള്ളാഹു തആല ഏത് മതത്തിലാ ഈ മാതാപിതാക്കളെ ഇങ്ങനെ സംരക്ഷിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുള്ളത്? ഖുർആൻ അല്ലാതെ. മനസ്സിലാക്കണം, വൃദ്ധസദനങ്ങള് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസം ഇല്ലാത്തവരെന്നൊക്കെ പറയും. വിദ്യാഭ്യാസമുള്ള 2 ഡോക്ടർമാരാണല്ലോ ഒരു അമ്മയെ കൊണ്ട് ഇന്ന് വൃദ്ധസദനത്തിലിട്ട് കൊന്നുകളഞ്ഞത്. മെഡിക്കൽ കോളേജിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. ചീഫ് മെഡിക്കൽ ഓഫീസർ മകളാണ്. ഹെൽത്ത് ഇൻസ്പെക്ടർ മകനാണ്. തന്റെ അമ്മ വയറ്റിൽ രോഗം പിടിപെട്ട് ചത്തു. ആ ശവം കാണാനോ അത് ഏറ്റെടുക്കാൻ പോലും തയ്യാറായില്ല. അത് നിങ്ങൾ കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിഞ്ഞു, ഞങ്ങൾക്ക് വേണ്ട എന്ന് സ്വന്തം മക്കള് വിളിച്ചു പറഞ്ഞു. വിദ്യാഭ്യാസം ഇല്ലാത്ത കുഴപ്പമാണോ? വിവരമില്ലാന്ന് പറയും നമ്മള്. വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യം എനിക്ക് വിവരമില്ലടാന്ന് പറയും. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബുദ്ധിയുണ്ട്, വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ഉമ്മാന്റെ മഹത്വം പറയണം. ആ മാതാവ് കെഞ്ചി യാചിച്ചു, എന്റെ മകളെ എനിക്കൊന്ന് കാണാൻ, എന്റെ മകനെ എനിക്ക് അവസാനമായി ഒരു നോക്ക് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ നാളുകൾ പോയി പറഞ്ഞു, നിങ്ങളുടെ അമ്മ കാണാൻ ആഗ്രഹിക്കുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കാണണ്ട. ഓഫ്, എന്തൊരു ക്രൂരന്മാരല്ലേ. ഹെൽത്ത് ഇൻസ്പെക്ടർ പോലും ഒരാള്, ചീഫ് മെഡിക്കൽ ഇൻസ്പെക്ടർ പോലും ഒരാള്. ഇവരുടെയൊക്കെ മുന്നിലല്ലേ നമ്മുടെയൊക്കെ വയർ കൊണ്ടുവച്ച് തുറന്നു വെച്ച് കാണിക്കേണ്ടത്? സാറേ, എന്റെ വയറ്റിനകത്ത് വേദനയുണ്ട്, വയറ്റിൽ അൾസർ ഉണ്ട്, എന്റെ വയറ്റിൽ എന്തോ ഒരു മുഴയുണ്ട്. സ്വന്തം അമ്മയുടെ വയറ് പരിചരിക്കാത്ത മക്കള് നമ്മുടെ വയറൊക്കെ പരിചരിക്കുമെന്നല്ല ഉറപ്പുണ്ടോ? ചിന്തിക്കണം. കേരളത്തിലാണ്, സംസ്കാര ബോധമുള്ള കേരളത്തിലെ ചരിത്രമാണ് ഈ പറയുന്നത്. കൂടുതൽ വർഷമൊന്നായില്ല, 1 മാസമായിട്ടേ ഉള്ളൂ. പത്രത്തിലൊക്കെ വായിച്ചല്ലേ അല്ലേ? എല്ലാവരും കണ്ടല്ലേ സംഭവം? ആലോചിച്ച് നോക്കി സുഹൃത്തുക്കളെ. മാതാവിന്റെ മഹത്വം പഠിപ്പിച്ചുകൂടാ ആദ്യം, ഉമ്മാന്റെ മഹത്വം പഠിപ്പിച്ചുകൂടാ ആദ്യം. സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഭയങ്കര പഠിത്തങ്ങളാണ്. ഇംഗ്ലീഷ്, മംഗ്ലീഷ്, ഹിന്ദി, എന്തൊക്കെയാ പഠിപ്പിക്കല്? എല്ലാം പഠിക്കുന്നുണ്ട്. ഉമ്മ ആരാണ്, ഉപ്പയാരാണ്? നിന്നെ രാവിലെ വിളിച്ചുണർത്തി പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് ഒരുക്കി നിനക്ക് ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി തന്ന് നിന്റെ ബാഗില് ഇതെല്ലാം എടുത്തു വെച്ച് സ്കൂൾ ബസ് വരെ നിന്റെ കൈക്ക് പിടിച്ചു കൊണ്ടുപോയി ആ ബസ് കയറി ബസ്സിനകത്തേക്ക് നിന്നെ കയറ്റിവിട്ട് ബസ് അപ്രത്യക്ഷമാകുന്നത് വരെ നോക്കി നിൽക്കുന്ന ആ ഉമ്മ അതാരാണെന്ന് നിനക്കിതൊരിക്കലും ബോധം കിട്ടിയിട്ടില്ല. ഒരു പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ, ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ലവിനെ കിട്ടിയാൽ, ഒരു ഗേൾ ഫ്രണ്ടിനെ കിട്ടിയാൽ, ഒരു ബോയ് ഫ്രണ്ടിനെ കിട്ടിയാൽ നിന്റെ ഉമ്മയെ നീ മറന്നു പോവുകയാണ്, അല്ലേ? പിന്നെ മറന്നു. പിന്നെ ഉമ്മ പറയുന്ന വാക്കൊന്നും അവിടെ വിഷയമല്ല. ഉമ്മ പറയുന്ന വാക്കുകൾക്ക് അവിടെ സ്ഥാനമില്ല. ഉമ്മ പറയുന്ന വാക്കുകൾക്ക് അവിടെ സ്ഥാനമില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, നിന്റെ ഉമ്മാന്റെ മുഖത്തേക്ക് നീ നോക്കൽ ഇബാദത്തുൻ ഇബാദത്താണ്. പരിശുദ്ധമായ ഖുർആനിലേക്ക് നോക്കൽ ഇബാദത്താണ്. മാതാവിന്റെ മുഖത്തേക്ക് നോക്കൽ ഇബാദത്താ. ഔ കമാ ഖാല ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അത് സ്നേഹത്തിന്റെ നോട്ടമാകണേ, അത് വിനയത്തിന്റെ നോട്ടമാകണേ, അത് സന്തോഷത്തിന്റെ നോട്ടമാകണമേ. ആ മാതാവ് നമ്മൾക്ക് വേണ്ടി ത്യാഗം സഹിച്ചത് ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള നോട്ടമാകണമേ. ആ നോട്ടം ഇബാദത്താണ്, ആരാധനയാണ്. അതിനും നിനക്ക് കൂലി ലഭിക്കുമെന്ന് ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മാന്റെ മുഖത്ത് നോക്കൽ ഇബാദത്ത്. ഇത്ര വലിയ ഭാഗ്യ എവിടെയുണ്ടെന്ന് പറയൂ? ആര് പറയൂ? തീർന്നില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ പ്രഭാഷണത്തിലൂടെ പറഞ്ഞില്ലേ, നിങ്ങൾ ഇന്നത്തെ ദിവസം ഉമ്മാക്ക് പോയൊരു ഉമ്മം കൊടുക്കണം, ചുംബനം നടത്തണം.
ഉമ്മ കൊടുക്കണം എന്ന് പറഞ്ഞ് വെറുതെയാ? എവിടെ കൊടുക്കണമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിരുന്നു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഖബ്ബല ബൈന ഐനൈ ഉമ്മിഹി കുന്ന ലഹു സിത്റൻ വഹിജാബാ മിനന്നാർ. ആരെങ്കിലും തന്റെ മാതാവിന്റെ നെറ്റിത്തടത്തിൽ രണ്ട് കണ്ണുകളുടെയും ഇടയിൽ ഒരു ചൂട് ചുംബനം നൽകിയാൽ അത് നരകത്തിന്റെ മറയാണ്, തീയുടെ മറയാണ്, അവന് സ്വർഗത്തിലേക്കുള്ള പാതയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെയാണോ ഉമ്മ കൊടുക്കണമെന്ന് പറഞ്ഞത്? ഒരു ചുംബനം ചെയ്യണമെന്ന് പറഞ്ഞത് വെറുതെയാണോ? ആരെങ്കിലും ഉമ്മാന്റെ നെറ്റിത്തടത്തിൽ ഒരു ചുംബനം നൽകിയാൽ സ്വർഗത്തിലേക്കുള്ള മറയാണ്. മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വലുതല്ലേ, വലിയ മഹത്വല്ലേ. ആ ഒരു ചാൻസ് നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടല്ലേ ഇന്ന് പെണ്ണുങ്ങളുടെ കൂടെ നമ്മൾ ഉലാത്തുന്നത്. പെണ്ണിന്റെ വാക്കും കേട്ടിട്ട് പെണ്ണിന്റെ കൂട്ടത്തിൽ നമ്മൾ മാതാവിനെ അവഗണിച്ച് പിതാവിനെ അവഗണിച്ചിട്ട് ഭാര്യയും മക്കളുമായിട്ട് സുഖിച്ച് ജീവിക്കാൻ വേണ്ടി ഉപ്പയെ നമ്മൾ തളച്ചിടുകയാണ്. വയസ്സായിപ്പോയി, മരിക്കുന്നുമില്ല, പണ്ടാരോട്ട് ചാവുന്നുമില്ല, കട്ടിലൊഴിയുന്നുമില്ല എന്ന മട്ടിലാണ്. അങ്ങനല്ല, അവർ പോയി കഴിയുമ്പോൾ അതിന്റെ വിഷമം അറിയുള്ളൂ. ഇവിടെ ഭാര്യയെ എത്ര മണി വരെ ഇരിക്കും നമ്മളെ പ്രത്യേകിച്ച്? രാത്രി 10 മണി വരെ ഇരിക്കും. ഞാൻ ഉറങ്ങാൻ പോണേ, ആ താക്കോല് നമ്മുടെ പിന്നെ സിറ്റ് ഔട്ടില് ചവിട്ടിയുടെ താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നെ വിളിക്കല്, ഭക്ഷണമൊക്കെ അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്, നിങ്ങളെ തിന്നിട്ട് കിടക്കും. ഉമ്മ ഇപ്പുറത്ത് ഒരു ജനലും തുറന്നിട്ട് പാളിയും തുറന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. മോൻ വന്നില്ല. സുബൈറെ, ആരെങ്കിലും അല്ലോ നടന്നു പോയാല് സുബൈറെ വിളിക്ക ഉമ്മ. അവള് നല്ല ഉറക്കം, പറ്റുമെങ്കിൽ വേറെ ആളുമായിട്ട് ചാറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരിക്കും. ആ സമയം ഉമ്മ നോക്കിയിരിക്കുന്ന ആരെയാവും? ഉമ്മ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുക. ഉമ്മ വെറുതെ നടന്നു പോയാൽ ആരുടെയെങ്കിലും ഒരു കാലൊച്ച കെട്ടാല് ഉടനെ വിളിക്കും, മോനെ സുബൈറെ. വിളിക്കുന്ന വിളിയതാണ് ഉമ്മയുടെ സ്നേഹതാണ്. ഭാര്യയ്ക്ക് അങ്ങനെ ഉണ്ടോ? അതൊക്കെ ഉണ്ടാവും. നിനക്ക് ആഫിയത്തും തന്റെ ഇടമൊക്കെ ഉള്ള സമയം വരെയൊക്കെ ഇത്തിരി സ്നേഹവും കാര്യങ്ങളും ഒക്കെ കാണും. നിന്റെ കയ്യിൽ നിന്നുള്ള ഫുലൂസ് മാഫിയായി നീ മാറിക്കഴിഞ്ഞാൽ പിന്നെ സ്നേഹമൊന്നും കാണൂല. സംഭവം എന്നും കൊണ്ടുവരുന്ന ഉണ്ടംപരി ഒരു ദിവസം ഇല്ലാതൊന്ന് പോയി നോക്ക്, അവളുടെ തനി നിറം നിനക്കറിയാൻ പറ്റും. ഉമ്മാക്ക് ഒന്നുമില്ലെങ്കിൽ തന്നെ, പട്ടിണിയാണെങ്കിൽ തന്നെ ഉമ്മ നമ്മളെ കൈവിടൂല, മാതാവ് നമ്മളെ കൈവിടൂല. മോനെ ഒന്നുമില്ലെങ്കിലും പ്രശ്നമില്ലടാ മോനെ, ബായിരി എന്റെ കയ്യിൽ എന്തോ ഉണ്ടാ മോനെ എന്ന് പറഞ്ഞിട്ട് പഴയ പൈസ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഉമ്മ നമുക്ക് എടുത്തരും. പെണ്ണുങ്ങളാണെങ്കിൽ തരുമോ? ഭാര്യ എക്കാ നിങ്ങൾ പോയിക്കോൾ, വിഷമിക്കണ്ട, എന്റെ കയ്യിൽ പൈസ എടുത്താൽ തരാന്നറിയോ? ഉള്ളതും കൂടെ ഇങ്ങോട്ട് പിടുങ്ങും. നല്ല കൂർക്കം വലിക്കുന്ന സമയത്ത് പോയിട്ട് ഉക്കാന്റെ പാന്റിൽ പേഴ്സിൽ കൈയിട്ട് പൈസ എടുത്ത് അടിച്ചു മാറ്റി വയ്ക്കും. എന്തായാലും ഇക്ക എഴുന്നേക്കൂലെന്നറിയാം, നല്ല ഉറപ്പ്. രാവിലെ ധൃതി പിടിച്ച് ഇക്ക ജോലിക്ക് പോകുമ്പോൾ പേഴ്സിൽ എത്ര പൈസ ഉണ്ടോ നോക്കൂ, അത് നോക്കൂല. ഐഡിയ പറഞ്ഞു കൊടുക്കും, ഇന്ന് രാത്രി മുതൽ അത് പ്രാബല്യത്തിൽ വരട്ടെ, അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരട്ടെ. സൂക്ഷിച്ചു വെച്ചോ പേഴ്സുകളൊക്കെ, പൈസയൊക്കെ സൂക്ഷിച്ചു വെച്ചോ. ആരും ചോദിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഉമ്മയാണ് നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നത്, എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുന്ന ഉമ്മയാണ്. എപ്പോഴും വയസ്സായ സമയത്ത് ഓർമ്മയില്ലെങ്കിലും വിളിക്കുന്നത് ആരാ? ഉമ്മ. മകന്റെ പേര്, മകളുടെ പേര് ഇങ്ങനെ വിളിക്കും. അതിങ്ങനെ അവർക്ക് ഓർമ്മ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നബി തങ്ങൾ ഭയങ്കരമായ 2 സംഭവങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഖിബത്ത് മോശമായി പോകും, അന്ത്യം മോശമായി പോകുന്നതിന്റെ ഒരു കാരണം എല്ലാ പണ്ഡിതന്മാരും എല്ലാ പ്രഭാഷണങ്ങളിലും ഒക്കെ ഞാൻ അടക്കം പ്രസംഗിക്കുന്നതാണ്. ഉമ്മാന്റെ മഹത്വം മനസ്സിലാക്കാത്തതിന്റെ പേരിൽ ആഖിബത്ത് മോശമായി പോകും ഉമ്മയെ വേദനിപ്പിച്ചവൻ. ശരി തന്നെയാണ്. ഹദീസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, من أصبح مرضيا لأبويه أصبح له بابان مفتوحان إلى الجنة ومن أمسى مرضيا لأبويه أمسى له بابان مفتوحان إلى الجنة ومن أصبح مسخطا لأبويه أصبح له بابان مفتوحان إلى النار ومن أمسى مسخطا لأبويه أصبح أمسى له بابان مفتوحان إلى النار أو كما قال رسول الله
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും നേരം വെളുക്കുമ്പോ തന്റെ ഉമ്മ തന്റെ ഉപ്പ കിടക്കുന്ന മുറിയിലേക്ക് പോയി ആ പരിശുദ്ധമായ മുഖമൊന്ന് നോക്കിയിട്ട്, അല്ലാഹുവേ ഈ മാതാപിതാക്കളെ ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് സന്തോഷിപ്പിക്കാൻ നീ തൗഫീഖ് നൽകണമേ നാഥാ, അനുഗ്രഹിക്കണേ അല്ലാ, അതിനുള്ള അവസരവും സൗകര്യവും നീ എനിക്ക് ചെയ്തു തരണമേ നാഥാ. ആരെങ്കിലും ഉറക്കപ്പായിൽ എഴുന്നേറ്റ് തന്റെ ഉമ്മാന്റെ മുഖത്തേക്ക് തന്റെ ഉപ്പാന്റെ മുഖത്തേക്ക് സ്നേഹവാത്സല്യത്തോടെ ഒരു നോട്ടം നോക്കിയാൽ വെറുതെയല്ല സഹോദരാ, വെറുതെയല്ല സഹോദരി, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അങ്ങനെ ആ മാതാപിതാക്കളെ നിന്റെ നാവ് കൊണ്ട്, നിന്റെ കണ്ണുകൊണ്ട്, നിന്റെ ചുണ്ടുകൊണ്ട്, നീ ഒരു പുഞ്ചിരി കൊണ്ട് ആ മാതാപിതാക്കളെ നീ സന്തോഷിപ്പിച്ചാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അസ്ബഹലഹു ബാബാനി മഫ്തൂഹാനി ലൽ ജന്ന. ആ ഉമ്മയെ സന്തോഷിപ്പിച്ചതിന്റെ പേരിൽ, ആ ഉപ്പായെ സന്തോഷിപ്പിച്ചതിന്റെ പേരിൽ സ്വർഗത്തിലേക്കുള്ള 2 വാതിലുകൾ അല്ലാഹു നിനക്ക് വേണ്ടി തുറന്നിടുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ എഴുന്നേറ്റ് ബെഡ്റൂമിൽ നിന്ന് നേരെ വന്ന് ഉമ്മാന്റെ റൂമിലേക്ക്, ഉപ്പാന്റെ റൂമിലേക്ക് നോക്കണം. എന്താ ഉമ്മ എഴുന്നേറ്റില്ലേ? സുബഹിക്ക് എഴുന്നേക്കുന്നില്ലേ? ഉമ്മ ചായ കുടിച്ചോ, വെള്ളം കുടിച്ചോ, ബാത്റൂമിൽ പോയോ? നേരെ എഴുന്നേറ്റ് ഉമ്മാന്റെ റൂമിലേക്ക് പോകണം. സന്തോഷിപ്പിക്കണം. സന്തോഷവാക്കുമ്പോ, ഇല്ല മോന നീ പോയിട്ട് പോ, ഞാൻ പിന്നെ കുടിച്ചോളാം, നീ പോയിട്ട്. സന്തോഷത്തിന്റെ വാക്ക് ഉമ്മ സന്തോഷിപ്പിക്കും. ഉമ്മാന്റെ ഒരു വാക്ക് കിട്ടി. അങ്ങനെ ഒരു വാക്ക് കൊണ്ട് നീ തൃപ്തിപ്പെടുത്തിയാൽ നിനക്ക് രാവിലെ കിട്ടുന്ന കൂലി എന്താ? അസ്ബഹലഹു ബാബാനി മഫ്തൂഹാൻ ഇലൽ ജന്ന. സ്വർഗത്തിലേക്ക് വാപ്പയെ ഉമ്മയെ നീ തൃപ്തിപ്പെടുത്തിയതിന്റെ പേരിൽ അവരുടെ 2 പേരുടെ പേർക്കിതാ നിനക്ക് സ്വർഗത്തിന്റെ 2 വാതിൽ അല്ലാഹു പണിതിരിക്കുകയാണ്. ഇത്ര വലിയ ഭാഗ്യ. ഭാര്യയ്ക്ക് ഇവിടെ ഒരു ചുംബനം കൊടുത്തിട്ട് വന്ന സ്വർഗത്തിന്റെ വാതിൽ തുറക്കാന്ന് പറഞ്ഞിട്ടില്ല. അത് വിഷയം വേറെ, അത് ചർച്ച വേറെ. ഇവിടെ ഉമ്മാക്ക് ഉപ്പായ നമ്മൾ അവഗണിക്കുന്നത് കൊണ്ടാണ് അല്ലാഹു തആല ഇത്രയും കൂലി നൽകുന്നത്. രാത്രി കിടക്കാൻ നേരത്ത് മുറിയിലേക്ക് പോയി അങ്ങാടിയിൽ നിന്ന് വരുമ്പോ, കവലയിൽ നിന്ന് വരുമ്പോ നമ്മൾ മധുരപലഹാരങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. ഉമ്മാക്ക് കൊടുക്കണം ആദ്യം, ഉപ്പാക്ക് കൊടുക്കണം ആദ്യം. കൊണ്ടുവന്ന മുറിയിലേക്ക് കയറി ഉറങ്ങാൻ പോവാണ്. അവർക്ക് കൊണ്ടുവന്ന് കൊടുത്ത് സന്തോഷിപ്പിച്ചിട്ട് ബാക്കി ഭാര്യയ്ക്കും മക്കൾക്ക് കൊടുക്കണം. രാത്രി ഉറങ്ങാൻ നേരത്ത് ഉമ്മയുടെ അടുത്തിൽ അല്പസമയം അങ്ങനെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അവരുടെ കട്ടിലിൽ പോയി ഇരിക്കണം, അവരെ ചിരിപ്പിക്കണം, അവര് നിന്നെയും ചിരിപ്പിക്കണം. എന്നാ നിനക്ക് എന്താ കൂലി കിട്ടുക? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ലതൗമുക അലാ സരീരി മാലിദൈക വയുൽഹിക വതുൽഹികാനിഹിമാ വയുൽഹികാനിക അഫ്ളലു മിനസ് സൈഫി ഫീ ജിഹാദിക ഫീ സബീലില്ലാഹ് ഔ കമാ ഖാല റസൂലുള്ളാഹി. നിന്റെ ഉമ്മാന്റെ നിന്റെ ഉപ്പാന്റെ കട്ടിലിൽ നീ ഇരുന്നു കൊണ്ട്, ആ കട്ടിലിൽ നീ ഉറങ്ങിക്കൊണ്ട്, ആ കട്ടിലിൽ നീ കിടന്നുകൊണ്ട്, ആ കട്ടിലിൽ വിശ്രമിച്ചുകൊണ്ട് മാതാപിതാക്കളെ നീ തമാശ പറഞ്ഞ് ചിരിപ്പിക്കുകയും നിന്നെയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്താൽ വാളുമായി അള്ളാന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നതിനേക്കാൾ നിനക്ക് ശ്രേഷ്ഠമായ പദവിയാണ്, കൂലിയാണ് ആ മാതാവിന്റെ ചിരിയിലൂടെ നിനക്ക് ലഭിക്കുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. വലിയ ഭാഗ്യല്ലേ? ഉപ്പാന്റെ ഉമ്മാന്റെ കസേര കട്ടിലിൽ പോയി ഇരിക്കണമെന്ന്, കിടക്കണമെന്ന്, ചുമ്മാ ചിരിപ്പിക്കണം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഉമ്മായ ഉപ്പായൊക്കെ ചിരിപ്പിക്കണം. നമ്മൾ ഇക്കിളിയാക്കുന്ന പോലെ ചുമ്മാ വേദനിക്കാത്ത രീതിയിൽ ചുമ്മാ ഇരുന്ന് നീ എന്നെ ഉപ്പിളാക്ക പറഞ്ഞത്. ഇപ്പൊ ഉമ്മ നമ്മളെ ഒരു കുത്ത് തരും, ഇങ്ങോട്ടൊരു കുത്ത് തരും, നമ്മളൊരു തിരിച്ചൊരു സന്തോഷമായി അല്ലേ? അല്ല പിന്നെ പെണ്ണുമ്പിള്ളെ മാത്രം ഇക്കിളിയാക്കിയാ പോരാ, ഉമ്മയെ കൊണ്ട് ഇക്കിളാക്കിട്ടൊന്ന് ചിരിപ്പിച്ച് ഒന്ന് സന്തോഷിപ്പിച്ച് അവർക്കൊരു റാഹത്തായി. അപ്പൊ മോൻ എന്നോട് എപ്പോഴും നല്ല സ്നേഹത്തിലാണെന്ന് അവർക്കൊരു ഉറപ്പായി. അങ്ങനെ പോണോ? രാത്രി വീട്ടിലേക്ക് കയറി പോകുമ്പോ ഞാൻ മൈസൂർ പാക്ക് വാങ്ങിയത് ഉമ്മ ഷുഗർ കല്ലി വലിയമ്മ, ഞാനല്ലേ ഇവിടെ ഉള്ള ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് തിന്നിട്ടിരുന്ന് തിന്നാണ്, എന്താ കുറച്ച് തിന്നു. ഇച്ചിരി മൈസൂർ പാക്കൊക്കെ എടുത്ത് വെച്ച് വായിലൊക്കെ വെച്ച് കൊടുക്കണം. ഉമ്മാന്റെ എന്തായിരിക്കും സന്തോഷം. അവക്ക് പിടിക്കൂല, അവളപ്പുറത്ത് എന്റെ വായിൽ ഇന്നവരെ വെച്ച് തന്നിട്ടില്ല. എന്നെ കല്യാണം കഴിച്ചിട്ട് 15 വർഷമായി, പപ്പടം പോലും വെച്ചേരാത്ത ഉമ്മ കളവിക്കൊണ്ട് വെച്ചു കൊടുക്കണം. പെണ്ണുങ്ങൾ
അസൂയത്തികൾ. അതുകൊണ്ട് അവള് കാണണ്ട, അവളെയും തൃപ്തിപ്പെടുത്തണം, ഉമ്മയും തൃപ്തിപ്പെടുത്തണം. നമുക്ക് ഇതെല്ലാം നമ്മുടെ ഉത്തരവാദിത്തല്ലേ, അത് നമുക്ക് തൃപ്തിപ്പെടുത്തണമല്ലോ, അതിനെ കളയാൻ പറ്റൂലല്ലോ. സംഭവം എന്ത് ചെയ്യാൻ പറ്റൂ, അവരെയും തൃപ്തിപ്പെടുത്തണം. അതുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും പറയുന്നുണ്ട്, അവളുടെ വായിൽ നിന്ന് ഇച്ചിരി ഒരു പപ്പടം വെച്ച് കൊടുക്കൽ സദഖയാണ് നബിയുനാ റസൂലുള്ളാഹി. അതും കൂടെ ഒന്ന് ചെയ്തു വെച്ച് കൊടുത്തേരെ ബർക്കത്തിന് വേണ്ടി. ഇന്നെല്ലാം ആ ഒരു സുന്നത്തോടായി ആ തായിക്കോ ആൾക്കാർ പോയി. കുട്ടികളൊന്നും കാണണ്ട, അല്ലെങ്കിൽ ഇവന്മാർ പിന്നെ LKG പോയിട്ട് വായി വെച്ച് കൊടുക്കാൻ തുടങ്ങുന്ന ആളെ പോലെ കുട്ടികളെ LKG UKG പോയിട്ട് പിന്നെ കൊണ്ടുവരുന്ന ചാപ്പാടൊക്കെ അവിടുത്തെ ഞങ്ങളുടെ ഉസ്താദ് പറഞ്ഞൊരു സുന്നത്താണ്. അവര് വിചാരിക്കുന്നത് എന്താ, ഇതെല്ലാ പെണ്ണുങ്ങൾക്കും വെച്ച് കൊടുക്കണം, എന്നാ വെച്ച് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് പറയുകയാണ്, സന്ധ്യാസമയത്ത് നിന്റെ മാതാപിതാക്കളെ നീ സംരക്ഷിച്ചാൽ, മാതാപിതാക്കളോട് കളിതമാശ പറഞ്ഞാൽ, മാതാപിതാക്കളെ നീ തൃപ്തിപ്പെടുത്തിയാൽ, അന്നത്തെ രാത്രി അല്ലാഹു നിനക്ക് തുറന്നു തരുന്ന സ്വർഗത്തിന്റെ വാതിലുകളാണ് നബി തങ്ങൾ പറയുക. മൻ അംസാ മുർളിയൽ അബവൈ അംസാലഹു ബാബാനി മഫ്തൂഹാനി ഇലൽ ജന്ന. ആരെങ്കിലും ഉറങ്ങാൻ നേരത്ത് തന്റെ ഉമ്മയെ തൃപ്തിപ്പെടുത്തിയാൽ, തന്റെ ഉപ്പയെ തൃപ്തിപ്പെടുത്തിയാൽ, അവർക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് 2 വാതിൽ തുറന്നിടപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്ര വലിയ ഭാഗ്യം, ഇത്ര വലിയ ഭാഗ്യം. സന്ധ്യാസമയം രാത്രി എന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് നീ മരിച്ചുപോയാൽ ആ സ്വർഗത്തിൽ നമുക്ക് സ്വർഗത്തിൽ കയറാം ആ വാതിലിലൂടെ. നീ രാത്രിയാണ് ഈ ഉമ്മയെ ഉപ്പയെ തൃപ്തിപ്പെടുത്തിയിട്ട് നീ അങ്ങനെ മുറിയിൽ പോയി കിടന്നുറങ്ങുന്നു, നീ മരിച്ചുപോയാൽ ആ വാതിലിലൂടെ നിനക്ക് അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് ഫദ്ൽ കൊണ്ട് സ്വർഗത്തിൽ കയറാം. കാരണം ഉപ്പയെ ഉമ്മയെ നീ തൃപ്തിപ്പെടുത്തിയിട്ടാണ് നീ ഉറങ്ങിയത്. ഇനി ഓപ്പോസിറ്റ്, ومن أصبح مسخطا لأبويه أصبح له بابان مفتوحان إلى النار. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും നേരം വെളുക്കുമ്പോ തന്റെ മാതാപിതാക്കളുടെ മുഖത്തേക്ക് ദേഷ്യത്തോടെ, ധാർഷ്ട്യത്തോടെ, പ്രകോപനത്തോടെ, പരിഹാസത്തോടെ, പുച്ഛത്തോടെ, ദേഷ്യത്തോടെ, വിദ്വേഷത്തോടെ ആരെങ്കിലും നോക്കിയാൽ, അസ്ബഹ ലഹു ബാബാനി മഫ്തൂഹാനി ഇലന്നാർ. ആ ഉമ്മാന്റെ മുഖത്തേക്ക് ദേഷ്യഭാവത്തോടെ നോക്കിയതിന്റെ പേരിൽ, ആ ഉപ്പാനെ ദേഷ്യം പഠിപ്പിച്ചതിന്റെ പേരിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിനക്ക് വേണ്ടി നരകത്തിന്റെ 2 വാതിൽ തുറന്നിടപ്പെട്ടിരിക്കുകയാണ്. നിനക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ് 2 വാതിൽ. ഉമ്മയെ നീ വേദനിപ്പിച്ചു, ഉപ്പയെ നീ വേദനിപ്പിച്ചു. നേരം വെളുത്തപ്പോ ഉറക്കൽ എഴുന്നേറ്റ് വന്ന് രാത്രി മൊത്തം ഉറങ്ങിയില്ല, ഭയങ്കര ചുമ, കൊര ഉമ്മ. പണ്ടാരാണങ്ങ ഞാൻ അന്നേ നിങ്ങളടുത്ത് പറഞ്ഞല്ലേ, നിങ്ങളെ ഞാൻ അവിടെ വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടിടാന്ന്. എന്താ ഉറങ്ങാൻ പറ്റുന്നില്ല മനുഷ്യന്മാർക്ക്? ഇത് കിടന്ന് എന്തോ ഒരു കുറെ ആശുപത്രിയിൽ വരൂല, പോരും വിളിച്ചാൽ വരൂല. ഏതെങ്കിലും ഗവൺമെന്റ് ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിലോ കൊണ്ടിട്ടാലും മതിയായിരുന്നു. മനസ്സുകൊണ്ട് ചിന്തിക്കുക പോലും പാടില്ല, മനസ്സുകൊണ്ട് ചിന്തിക്കുക പോലും പാടില്ല. ഉമ്മ രാത്രി കിടന്ന് ചുമച്ചു കുരച്ചു, പാടില്ല, സുഖമില്ല, ഭയങ്കര വല്ലാത്ത വിഷമമായിരുന്നു, നമുക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അതിന്റെ പേരിൽ നേരം വെളുക്കുന്ന ഉടനെ ഉമ്മാന്റെ മുന്നിലേക്ക് പോയി ചാടിക്കയറുന്ന മനുഷ്യൻ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവൻ നരകത്തിലാണ്, അവൻ നരകത്തിലാണ്, അവൻ നരകത്തിലാണ്. വളരെ ഗൗരവമേറിയ വിഷയമാണ്. ഉമ്മയെ ഉപ്പയെ വേദനിപ്പിച്ചിട്ട് സുഖിക്കാമെന്ന് നീ ധരിക്കണ്ട മോനെ, സുഖിക്കാമെന്ന് ധരിക്കണ്ട. അസ്ബഹ ലഹു ബാബാനി മഫ്തൂഹാനി ഇലന്നാർ. നിനക്ക് വേണ്ടി 2 നരകത്തിന്റെ വാതിലാണ് അല്ലാഹു തുറന്നിട്ടിരിക്കുന്നത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്തെങ്കിലുമൊക്കെ പൊരുത്തം വാങ്ങിച്ചോ, ഉമ്മായ ഉപ്പ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പൊരുത്തം വാങ്ങിച്ചോ. തമാശയ്ക്ക് പോലും ഒന്നും പറയാൻ പാടില്ല, തമാശയ്ക്ക് പോലും. അവർക്ക് വിഷമം വന്നാൽ മൊത്തത്തിൽ നമ്മൾ പീസായി പോകും, വിഷമം വന്നാൽ പീസായി പോകും. സമർക്കന്തി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഉമ്മയെ എന്തോ ഒന്ന് പറഞ്ഞു, ഇഷ്ടപ്പെടാത്ത വിളിച്ചിട്ട് വന്നില്ല. അതിന്റെ പേരിൽ എന്തോ ഒരു വാക്ക് പറഞ്ഞ് ഇഷ്ടപ്പെടാത്തതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട ഉസ്താദന്മാരുടെ അദ്ദേഹം പോയി ഇരുന്നപ്പോ പറഞ്ഞു, നീ നിന്റെ ഉമ്മയെ വേദനിപ്പിച്ചവനാണ്, ഇറങ്ങിപ്പോ, നീ ശപിക്കപ്പെട്ടവനാണ്. അദ്ദേഹം പോയി തന്റെ ഉമ്മാന്റെ അരികിൽ പോയിട്ട് തന്റെ കവിള് താഴെ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മ, അവിടുത്തെ കാല് എന്റെ കവിളിൽ വെച്ച് എന്നെ ചവിട്ടണം, എന്നെ ചവിട്ടണം. വലിയ മഹാനാണ്, വലിയ പണ്ഡിതനാണ്, വലിയ ഫഖീഹാണ്. തന്റെ ഉമ്മയോട് പറഞ്ഞു പോയ ഒരു വാക്ക് എന്തോ ഉമ്മ വിളിച്ചു, അതിന് ഉത്തരം കൊടുത്തില്ല.
അവസാനം ഉസ്താദുമാര് താക്കീത് ചെയ്തപ്പോ മനസ്സിലായി ഞാൻ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്, അധർമ്മമായി പോയി. ഉമ്മാന്റെ കാലിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഉമ്മ എന്നെ ചവിട്ടണം, അവിടുത്തെ കാല് കൊണ്ട് എന്നെ ചവിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് മനസ്സമാധാനം ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടുകയില്ല. ഇന്ന് നമ്മൾ ഉമ്മയെ അങ്ങോട്ട് ചവിട്ടുകയാണ്. അങ്ങനുണ്ട്, നല്ല സമാധാനമായിരിക്കും. നമ്മൾ അങ്ങോട്ടാ ചവിട്ടുക. ചാവുന്നില്ലല്ലോ, കൊണ്ടാരടങ്ങാൻ തീരുന്നില്ലല്ലോ, പീസാവുന്നില്ലല്ലോ, കാറ്റ് പോകുന്നില്ല, അങ്ങോട്ട് ചവിട്ടാണ് അല്ലേ. വിടൂല, കാല് പുണ്ണ് പിടിക്കും, ക്യാൻസർ പിടിക്കും, അതിനുവേണ്ടി ലക്ഷങ്ങൾ നീ ചെലവ് ചെയ്യണം, അവസാനം നിനക്ക് മരണമായിരിക്കും. എന്നാലല്ല വിടുവോ, ഖബറിൽ നിനക്ക് ശിക്ഷയാണ്. ഈ ദുനിയാവിൽ വെച്ച് പൊരുത്തപ്പെട്ടാലും ഖബറിൽ ശിക്ഷ ചെയ്യേണ്ടതൊരു അതീതുണ്ട്. സദഖ ചെയ്യണമെന്നാ പറഞ്ഞേ. അത്ര നീ ദുനിയാവിൽ വെച്ച് നീ ഇടങ്ങേറാക്കിയതിന്റെ പേരിൽ നിനക്ക് പൊരുത്തം കിട്ടിയാലും ഖബറിൽ വെച്ച് ശിക്ഷ ഉണ്ടാകും. അത്രയും ഗൗരവമാണ് ഒരു സംഭവം പറയാറില്ല. സംഭവം ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു തആല ഖബറിൽ വെച്ചുള്ള ദുആ ഇരുന്നപ്പോ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖബറിന്റെ അരികിൽ നിന്നപ്പോ ഖബറിൽ നിന്നൊരു അശരീരി ഇങ്ങനെ കേൾക്കാൻ, ഭയങ്കരമായ ഒരു അശരീരി. അൽ-അമാൻ യാ റസൂലല്ലാഹ് അന്നാർ മിൻ ഫൗഖി വന്നാർ മിൻ തഹ്തി والنار عن يميني والنار عن شمالي الأمان يا رسول الله. അല്ലാഹുവിന്റെ റസൂൽ ഒരു ഖബറിന്റെ അരികിൽ നിൽക്കുമ്പോ ഇതാ ഖബറിൽ നിന്നൊരു അശരീരി കേൾക്കുകയാ, അല്ലാഹുവിന്റെ റസൂലേ എന്റെ തലയ്ക്ക് മീതെ നരകമാണ്, തീയാണ് നബിയേ. എന്റെ അടിഭാഗത്ത് തീ കൊണ്ട് നിറയ്ക്കപ്പെട്ടിരിക്കുകയാ, എന്റെ വലതു ഭാഗത്തും ഇടതു ഭാഗത്ത് തീയാണ് നബിയേ. എന്നെ ഖബറിൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അഗ്നിഗോളങ്ങൾ. എനിക്കൊരു സംരക്ഷണം ലഭിക്കുമോ നബിയേ, എനിക്കൊരു സഹായം ലഭിക്കുമോ യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടു. ഖബറിനകത്തുള്ളത് നബി തങ്ങൾ കേൾക്കുമല്ലോ. ചില ആളുകൾക്ക് ചിലപ്പോൾ ഇനി അങ്ങനെ കേൾക്കുമോ അറിയോ എന്നൊക്കെ ചില സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി മറുപടി പറയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുമ്പോൾ ഖബറിനകത്ത് ശിക്ഷിക്കപ്പെടുന്ന കണ്ടിട്ടല്ലേ ഒരു മരക്കം പൊടിച്ചു വെച്ചത്? എല്ലാവർക്കും അറിയാവുന്ന സംഭവമല്ലേ അത്? മരക്കം പൊടിച്ചു വെച്ച സംഭവം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. വല്ലപ്പോഴൊക്കെ വാങ്ങാക്കാൻ പറയണം. അങ്ങനെ ഒടിച്ചു വെച്ചു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവർ രണ്ടുപേരും രണ്ട് ഖബറിൽ ഇങ്ങനെ കുത്തിവെച്ചു. രണ്ട് ഖബറിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സഹാബാക്കൾ ചോദിച്ചു, എന്തിനാണ് നബി ഇങ്ങനെ ചെയ്തത്? ആ ഖബറിൽ രണ്ടുപേരും ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് ഈ ചെടിയൊക്കെ നമ്മൾ നട്ടുവെക്കുന്നത്. ആ ചെടി ഉണങ്ങുന്നവർ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഖബറിന്റെ മുകളിലുള്ള ചെടികളൊന്നും പറിക്കാൻ പാടില്ല എന്നും പറയുന്നതിന്റെ കാരണം അതാണ്. പക്ഷെ നമ്മളൊക്കെ ഇന്ന് ഉൾട്ടാണ് ചെയ്യുന്നത്. ഖബറിന്റെ മുകളിലുള്ള ചെടികളൊക്കെ നമുക്കൊണ്ട് ദ്വാരക്കും, ഇസ്തിഗ്ഫാർ ചെയ്യും. മക്കൾ ഇസ്തിഗ്ഫാർ ഒന്നും ചെയ്യൂല, അവൻ കൊണ്ട് കുഴിച്ചിട്ടാണ്ട് പാട്ടിന് പോകും. അടുത്ത ഒരുത്തെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, അൽഹംദുലില്ലാഹ് വാപ്പ ഒന്നും വടിയാവാൻ വേണ്ടി നോക്കിയിരുന്നു. മൂക്കി എന്ന് പഞ്ഞു വെക്കുന്നു അവളെയും കൊണ്ട് അവൻ മുങ്ങും. അതിന് വേണ്ടിക്കാണ് എവിടെ ദ്വാരക്കാൻ. നമ്മുടെ വാപ്പൊക്കെ മരിച്ച് വർഷങ്ങളായി. ഈ പള്ളിക്കാട്ടിൽ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളൊക്കെ പോയി ഖബറിൽ പോയി നിന്നിട്ടുണ്ടോ? ഉപ്പായ ഒന്ന് അടുക്ക പോയി ഒന്ന് കണ്ടൊരു സലാം പറയാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? അറിവുള്ളവരും വിവരമുള്ളവരും വല്ലപ്പോഴും ഒന്ന്, ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് പോകും. അല്ലാതെ ആരാ പോവാ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ സാറ ഖബറ അബവൈഹി ഫീ കുല്ലി ജുമുഅ കുതിബ ലഹു വഗ്ഫിറ ലഹു കുതിബ ലഹു ബർറാ. ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസങ്ങളിലോ അതിന്റെ രാവുകളിലോ തന്റെ മാതാപിതാക്കളുടെ ഖബറിടത്തിൽ പോയി അവർക്ക് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി ചോദിച്ചാൽ അവർക്ക് നന്മ രേഖപ്പെടുത്തപ്പെടുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉപ്പാന്റെ അരികിൽ പോണം, ഉമ്മാന്റെ അരികിൽ പോയി നിൽക്കണം കുറെ നേരം. ഖബറിന്റെ അരികിൽ നമ്മൾ കുറെ നേരം പോയി നിൽക്കുമ്പോ അവർക്കൊരു ഈനാസ് കിട്ടും, ഒരു സന്തോഷം ഉണ്ടാകും എന്നാണ്. അതൊക്കെ ഹദീസ് ഉണ്ട്. നമുക്കിപ്പോ സമയമില്ലാതൊന്നും പറയാം. ഇങ്ങനെ കാണും, അവര് നമ്മളെ അറിയുമെന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഇന്നി റഅയ്തുകും തുഫ്തിനൂന ഫിൽ ഖുബൂരി കഫിത്നതി ദജ്ജാൽ. നിങ്ങളെ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത് ഞാൻ കാണുന്നു. കഫിത്നതി ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്ന പോലെ നിങ്ങൾ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത് ഞാൻ കാണുന്നു എന്ന് നബി തങ്ങൾ പറയാ. ഞാനത് കാണുന്നു. അങ്ങനെ പറയുമ്പോ പിന്നെ അതിന്റെ അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഖബറിന്റെ അരികിൽ വന്നപ്പോ ഈ അശരീരി കേട്ടത് ശരിയല്ലേ?
അബൂദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബിയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറാളിയോട് ചോദിക്കുകയാണ്, ബിമസ്തഹഖൈത ഹാദൽ അദാബ യാ ശാബ്, ചെറുപ്പക്കാരാ, ഈ ഖബറിൽ നിന്നെ ഈ അഗ്നിഗോളങ്ങൾ ആവരണം ചെയ്യാനുള്ള കാരണം എന്താണ്? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഇരിക്കുന്ന കാലഘട്ടത്തിൽ അല്ലാഹു ശിക്ഷിക്കുകയില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് നമുക്ക് നസ്സായ കാര്യമല്ലേ? ഹബീബായ തങ്ങൾ ജീവിച്ചിരിക്കെ ഇതാ ഈ ഒരു സഹോദരൻ ശിക്ഷിക്കപ്പെടുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ശരീരം കേട്ടിട്ട് ഫബകാ ബുകാൻ ശദീദാ, അല്ലാഹുവിന്റെ റസൂല് പൊട്ടി പൊട്ടി ദീർഘനേരം കരയുകയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് കൂട്ടത്തിലുണ്ടായിരുന്ന സഹാബാക്കൾ ചോദിക്കുകയാണ്, നബിയേ, അങ്ങേ കരയിച്ച വസ്തുത എന്താണ് ഹബീബേ? ഉടനെ ആ ഖബറിലേക്ക് ചൂണ്ടിക്കാണിച്ച അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഈ ഖബറാളി ഉണ്ടല്ലോ, ഈ ഖബറാളി ശിക്ഷിക്കപ്പെടുകയാണ് സഹാബത്തെ. മലക്കൾ ഈ ഖബറിനെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ ഇങ്ങനെ കരയുന്നത്. അവന്റെ നിലവിളി ഞാൻ കേൾക്കുന്നു, അവന്റെ ആവലാതി ഞാൻ കേൾക്കുന്നു, അവന്റെ വെപ്രാളം ഞാൻ കേൾക്കുന്നു. ഉടനെ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ചെറുപ്പക്കാരനായ ആ വ്യക്തിയോട് ചോദിക്കുകയാണ്, നിനക്ക് ഈ ശിക്ഷ ലഭിക്കാനുള്ള കാരണം എന്തേ? ആ ഖബറിൽ നിന്ന് വീണ്ടും ഇതാ ശരീരം വരികയാ, ബിദുആഇ വാലിദതി അലയ്യാ, എന്റെ ഉമ്മ എനിക്കെതിരെ ചെയ്ത ദുആയാണ് നബിയേ, എന്റെ മാതാവ് എനിക്കെതിരെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് നബിയേ, എന്റെ മാതാവിന്റെ ദുആണ് നബിയേ. അല്ലാഹു അക്ബർ. ഉമ്മ എനിക്കെതിരെ ചെയ്ത ദുആയാണ്, അതാണ് ഞാൻ ഈ കിടന്ന് അനുഭവിക്കുന്നത്. അതല്ലാതെ ആ മനുഷ്യൻ നല്ല മനുഷ്യനാണ്, നല്ല മനുഷ്യൻ തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ? നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉമ്മാടെ പൊരുത്തം ഇല്ലാതെ കണ്ടെങ്ങനെ അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്ക? ഉമ്മാന്റെ പൊരുത്താണല്ലോ അള്ളാന്റെ പൊരുത്തം, അള്ളാന്റെ പൊരുത്താണല്ലോ ഉമ്മാന്റെ പൊരുത്തം. ഉമ്മാന്റെ പൊരുത്തം ഉണ്ടെങ്കിൽ അള്ള പൊരുത്തപ്പെട്ടു, അള്ളാന്റെ പൊരുത്തം ഉണ്ടെങ്കിൽ ഉമ്മായും പൊരുത്തപ്പെട്ടു. ഉമ്മാന്റെ കോപം അള്ളാന്റെ കോപം, അള്ളാന്റെ കോപം ഉമ്മാന്റെ കോപം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഉമ്മയെ കോപിപ്പിക്കാൻ പാടില്ല, ഉമ്മ ദേഷ്യം പിടിപ്പിക്കാൻ പാടില്ല. ചിരിപ്പിക്കണം, ചിരിപ്പിക്കണം. പൊരുത്തം വാങ്ങിച്ചോ, പൊരുത്തം വാങ്ങിച്ചോ. എത്ര സുന്ദരിയായി വേണമെന്നൊരു കാര്യമില്ല. ഖബറിനകത്ത് ശിക്ഷയാണ്. ഖബർ വരെ അവൾ നിന്നെ സഹായിക്കും, ഖബർ വരെ അവളുടെ ഉപ്പയും നിന്നെ സഹായിക്കും, അവളുടെ കുടുംബക്കാരും നിന്നെ സഹായിക്കും. ചെങ്ങമ്മനാട് പള്ളിക്കാട്ടിലെ ഈ വാഴത്തോട്ടത്തിനകത്തോട്ട് മയ്യത്ത് കൊണ്ടുവച്ച് എല്ലാവരും അസ്സലാമു അലൈക്കും മുമ്പിലും പറഞ്ഞു പോയാലേ പിന്നെ ആരും വരൂല ഖബറിലേക്ക്. എന്തായാലും ഓൻ പോയില്ല, ഇനി ഓനെ പിടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ആര് വരാനാണ്? പിന്നെ അമ്മോശന്റെ അടുത്ത പരിപാടി എന്താ? ഇവളെ അടുത്ത് എങ്ങനെ കെട്ടിക്കണം, അതെന്റെ മകളെ അടുത്ത എങ്ങനെ കെട്ടിച്ചു കൊടുക്കണമെന്നുള്ള ചിന്തയാണ്. ഓൻ പോയത് തന്നെ. അവളെ സഹായിക്കേണ്ടതിന്റെ ഉപ്പ ഉണ്ടെങ്കിൽ പോയത് ദ്വാരക്കും, അല്ലെങ്കിൽ എന്റെ ഉപ്പ എന്റെ മകന് വേണ്ടി അള്ളാഹു ആ ഖബറ് വിശാലപ്പെടുത്തുന്ന ഉമ്മമാര് ദ്വാരക്കും, അല്ല വേറെ ആര് ദ്വാരക്കാൻ? നമ്മുടെ ഭാര്യ ഭർത്താവ് മരിച്ചുപോയി, ഒരു 5 വർഷം കൂടി പോയാൽ ഭയങ്കര ദുഃഖമൊക്കെ ആയിരിക്കും. 1 വർഷം കഷ്ടപ്പെട്ടു, പിന്നെ അത് കഴിഞ്ഞ് സ്ലോ മോഷൻ ആവും, പിന്നെ മൊത്തത്തിൽ പോയി, പിന്നെ എല്ലാം കൂടെ പോയി, പിന്നെ തീർന്നു. അടുത്ത കല്യാണ ആലോചനയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ സംഭവം അവരോട്ടൊക്കെ മിംഗ്ലിംഗ് ആയി ലയിച്ച് റാഹത്തായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ നിങ്ങളുടെ സുഖം ഏത് പഴയ അതൊക്കെ മറന്നുപോയില്ലേക്ക്, അതൊന്നും ഇനി ഓർമ്മിപ്പിക്കല. നമ്മളിപ്പോ നല്ല അടിച്ചുപൊളി ലൈഫായിട്ട് കഴിയുമ്പോ ആ കഴിഞ്ഞ കാലമൊക്കെ വിട്. ശരി, അത്രയുള്ള പോയില്ലേ, സംഭവം പോയില്ലേ, തീർത്തില്ല. കഷ്ടം. അത്രയൊക്കെ നന്മകളൊക്കെ ചെയ്തു കൊടുത്ത്, എത്രയോ നന്മകളൊക്കെ ചെയ്തു കൊടുത്ത് ആ ഇക്കായ മറന്നുപോയല്ലോ നമ്മള്. വേറൊരാളെ കിട്ടിയപ്പോ ഇല്ലേ, ദ്വാരക്കണ്ടേ? നാളെ നിന്റെ ഭർത്താവായിട്ട് വരുമല്ലോ. ഈ സംഭവമാണല്ലേ. എന്തായാലും അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. എപ്പോഴും ദുആ ചെയ്യണം, എപ്പോഴും ദുആ ചെയ്യണം. നമുക്കൊട്ട് ഒരുപാട് നന്മകളൊക്കെ ചെയ്തെന്നവരുണ്ട്. മരിച്ചു എന്ന് കരുതിയിട്ട് നമ്മൾ അങ്ങനെ അവരെ അവഗണിക്കാൻ പാടില്ല കേട്ടോ. ദ്വാരക്കണം, അവർക്കൊണ്ടൊക്കെ ദ്വാരക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സഹാബിയോട്, ഈ വ്യക്തിയോട് ചോദിച്ചു, എന്താ കാരണം? എന്റെ ഉമ്മാന്റെ ദുആയാണ്, എന്റെ ഉമ്മാന്റെ ദുആയാണ്, എനിക്കെതിരെ എന്റെ ഉമ്മ ചെയ്ത ദുആയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാ, ജാദി ഫിന്നാസ് യാ അബൂദർ, അബൂദറേ, ജനങ്ങളോട് വിളംബരം ചെയ്യൂ അബൂദറേ, ബല്ലഹു മയ്യത്തുൻ ഫീ ഹാദിഹിൽ മഖ്ബറ ഫൽയഹ്ദുറൂ ഇൻദ മയ്യതി, ആരുടെയെങ്കിലും മയ്യത്തുകൾ മഖ്ബറയിലുണ്ടോ അതിന്റെ അവകാശികൾ ആ ഖബറിന്റെ അരികിലേക്ക് വരേണമേ, വരേണമേ.
ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ സഹാബാക്കളോട് വിളംബരം ചെയ്യുകയാണ്. അള്ളാന്റെ റസൂലിന്റെ വാക്ക് കേട്ടുകൊണ്ട് സഹാബാക്കൾ ആ മഖബറയിലേക്ക് ഓടിക്കൂടുകയാ. ഓരോരുത്തരും അതാത് ഖബറുകളുടെ അരികിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അള്ളാന്റെ റസൂല് ഏതൊരു ഖബറിന്റെ അരികിലാണോ നിൽക്കുന്നത് ആ ഖബറിന്റെ അരികിലേക്ക് ആരും തന്നെ വരുന്നതേ ഇല്ല. ആരും വരുന്നില്ല. പ്രതീക്ഷിച്ച് നിന്നപ്പോ വേച്ചൊരു ഉമ്മ വരുന്നു. ഒരു വടിയിൽ കുത്തി ഒരു ഉമ്മ, വൃദ്ധയായ ഒരു മാതാവ് വരുന്നു, അടുത്തടുത്ത് വരുന്നു. ആ ഖബറിന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ നിൽക്കുന്ന ഖബറിന്റെ അരികിലേക്ക് ആ വൃദ്ധയായ മാതാവ് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, സാഹിബു ഹാദൽ ഖബരി മാ ഹുവ മിൻകി, ഏ മാതാവേ ഈ ഖബറാളി നിങ്ങളുടെ ആരാണ് ഉമ്മ? ഈ ഖബറിൽ കിടക്കുന്നത് നിങ്ങളുടെ ആരാണ് ഉമ്മ? ആ മാതാവ് വിലപിക്കുകയാണ്, യാ റസൂലല്ലാഹ് വലദീ വഖുറത്തു ഐനി യാ റസൂലല്ലാഹ്. അപ്പോഴും ആ മാതാവ് പറഞ്ഞത്, നബിയേ എന്റെ കണ്ണിന്റെ കുളിർമയാണ് നബിയേ, എന്റെ രക്തത്തിന്റെ തുടിപ്പാണ് നബിയേ, എന്റെ ജീവിതത്തിന്റെ സ്പന്ദനമാണ് നബിയേ. പറഞ്ഞ ഖുറത്തു ഐൻ, എന്റെ കണ്ണിന്റെ കുളിർമയായ മോനാണ്, എന്റെ പൈതലാണ്, എന്റെ പൊന്നാണ്, എന്റെ ചക്കരയാണ്, എന്റെ തങ്കക്കുടവാണ്. ആ ഉമ്മ അവസാനം എത്ര വേദനിച്ചാലും ആ ഉമ്മാന്റെ വാക്ക് അങ്ങനെ വരുള്ളൂ, മോനെ എന്നാ വരുള്ളൂ. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഉമ്മയുടെ മഹത്വം അത്രയ്ക്കും വലുതാണ്. അങ്ങനെ കടന്ന് ചിന്തിച്ചു. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഹേ മാതാവേ, നിങ്ങളുടെ മകന്റെ പ്രവൃത്തി എന്തായിരുന്നു ഉമ്മ? നിങ്ങളുടെ മകൻ വല്ലാത്ത അവസ്ഥയിലാണ് ഉമ്മ. ആ മകൻ ഈ ഖബറിൽ കിടന്ന് ദുരിതം അനുഭവിക്കുകയാണ് ഉമ്മ. മാതാവേ, ഇർഹമീ തുർഹമീ, ഈ ഖബറാളിക്ക് അങ്ങ് പുറത്തു കൊടുക്കുമോ? ഈ ഖബറാളിയോട് കരുണ കാണിക്കുമോ ഉമ്മ? എങ്കിൽ അല്ലാഹു നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് ഹബീബായ തങ്ങൾ ആ മാതാവിനോട് പറയുകയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ആ ഉമ്മയോട് ചോദിക്കുകയാണ്, ഉമ്മ, നിങ്ങളുടെ മകൻ ചെയ്ത കുറ്റം എന്താണ്? നിങ്ങളുടെ മകൻ ചെയ്ത അപരാധം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഗദ്ഗദത്തോടുകൂടി ആ വൃദ്ധയായ മാതാവ് വിലപിക്കുകയാ, അല്ലാഹുവിന്റെ റസൂലേ, ദഖല അലയ്യ യൗമാ വഹുവ സകറാൻ. ഒരു ദിവസം അവന് വേണ്ടി ഞാൻ ഭക്ഷണം വിളമ്പി വെച്ച് എന്റെ മകനെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുമ്പോ അവൻ കുടിച്ചു കൂത്താടിയ മദ്യത്തിന്റെ ലഹരിയിൽ നബിയേ എന്റെ അരികിലേക്ക് അവൻ കടന്നു വരികയായി ഹബീബേ. അവനെ ഞാൻ പലകുറി ഉപദേശിച്ചു നോക്കി നബിയേ, പക്ഷെ അതുകൊണ്ട് യാതൊരു അർത്ഥവും ഉണ്ടായില്ല നബിയേ. ആഖിറത്തിന്റെ ഭയാനകതകളെ, നരകത്തിന്റെ ശിക്ഷകളെ, വിചാരണ ദുർവിചാരണയെ കുറിച്ചെല്ലാം അവനോട് ഞാൻ താക്കീത് നൽകിയിട്ട് പോലും ആ മദ്യത്തിന്റെ ലഹരിയിൽ വീണുപോയ എന്റെ മകൻ അതെല്ലാം അവഗണിച്ചു കളഞ്ഞു യാ റസൂലല്ലാഹ്. അവസാനം എന്നെ വേദനിപ്പിച്ചു നബിയേ, ഫളറബനി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, എന്നെ അവൻ അടിക്കുക മാത്രമല്ല, വകസ്സറ യദി, എന്റെ കൈ അവൻ അടിച്ചു പൊട്ടിച്ചു നബിയേ. എനിക്ക് സഹിക്കവയ്യാതെ അവനെതിരെ ഞാൻ ദുആ ചെയ്തു പോയി നബിയേ. ലാ റളിയല്ലാഹു അൻകാ, ലാ റളിയല്ലാഹു അൻകാ. അല്ലാഹു നിനക്ക് പൊരുത്തം തരാതിരിക്കട്ടടാ, അല്ലാഹു നിന്നെ തൃപ്തിപ്പെടാതിരിക്കട്ടടാ. നിനക്ക് പാല് വാരി തന്ന, പാല് കുടിപ്പിച്ച, ഭക്ഷണം വാരി തന്ന ഈ കൈയല്ലേ നീ അടിച്ചുടച്ചത്, തച്ചുടച്ചത്. അല്ലാഹു നിന്നോട് പൊരുത്തം പെടാതെ അല്ലാഹു നിന്നെ ശപിക്കട്ടെ. എന്റെ വേദനയുടെ കാഠിന്യത്താൽ, എന്റെ മനോദുഃഖത്താൽ, എന്റെ വിരയാൽ ഹൃദയം പൊട്ടി ഞാൻ ദുആ ചെയ്തു പോയി നബിയേ.
അതായിരിക്കാം ഈ ഖബറിൽ അവൻ അനുഭവിക്കുന്ന വേദനയെന്ന് ആ വൃദ്ധയായ മാതാവ് അല്ലാഹുവിന്റെ റസൂലിനോട് വിലപിക്കുകയാണ്. ഹബീബായ തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഉമ്മ ഒന്ന് പൊരുത്തം കൊടുക്കുമോ ഉമ്മ? അവിടുത്തെ ചെവിയൊന്ന് ആ ഖബറിലേക്കൊന്ന് വെക്കണേ ഉമ്മ. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് കേട്ട് ആ ഖബറിലേക്ക് ആ മാതാവ് ചെവിയൊന്ന് വെച്ചു കൊടുക്കേണ്ട താമസം ഇതാ ശരീരി കേൾക്കുകയാണ്. യാ ഉമ്മ, എങ്ങനെയാണോ ദുനിയാവിൽ ഉമ്മയെ വിളിച്ചത് അതേപോലെ ഖബറിൽ കിടന്ന് വിളിക്കുന്നു. യാ ഉമ്മ, അന്നാറു മിൻ ഫൗഖി വന്നാറു മിൻ തഹ്തി വന്നാറു അൻ യമീനി വന്നാറു അൻ ശിമാലി അല്ലമാൻ അല്ലമാൻ. ഉമ്മ, എന്റെ മുകൾ ഭാഗത്ത് തീയാണ് ഉമ്മ, എന്റെ അടിഭാഗത്ത് തീയാണ് ഉമ്മ, എന്റെ വലതും ഇടതും തീ കൊണ്ട് നിറയ്ക്കപ്പെട്ടിരിക്കുകയാണ് ഉമ്മ. ഇർഹമീ ഇർഹമീ, എന്നോട് കരുണ കാട്ടണേ ഉമ്മ. അല്ലാഹുവിന്റെ റസൂല് നോക്കേണ്ട താമസം അല്ലാഹുവിന്റെ റസൂല് സാക്ഷി വഹിക്കുമ്പോ ആ മാതാവ് പറയുകയാ, അല്ലാഹുവിന്റെ റസൂലേ റളീതു ബിഹി യാ റസൂലല്ലാഹ്, ഞാൻ പൊരുത്തപ്പെട്ടു നബിയേ, ഞാൻ പൊരുത്തപ്പെട്ടു നബിയേ. എന്റെ മകന് വേണ്ടി ദുആ ചെയ്യുമോ നബിയേ? എന്റെ മകന്റെ ബർസഖിയായ ജീവിതത്തിന്റെ ആ രക്ഷയ്ക്ക് വേണ്ടി ദുആ ചെയ്യണേ ഹബീബേ. റളീതു ബിഹി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ആ മാതാവ് ദുആ ചെയ്തപ്പോ ഇതാ ശരീരം കേൾക്കുകയാണ്, ഇൻസരിഫീ യാ ഉമ്മാ ഫഖദ് റഹിമനി അല്ലാഹ് ഫഖദ് റഹിമനി അല്ലാഹ്. ഉമ്മ, എന്റെ ഖബറിൽ നിന്ന് പോയിക്കോ ഉമ്മ, അല്ലാഹു എനിക്ക് കരുണ ചൊരിഞ്ഞു ഉമ്മ, അല്ലാഹു എനിക്ക് കരുണ നൽകി ഉമ്മ. ഇൻസരിഫീ 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 യാ ഉമ്മാ. പൊയ്ക്കോ മാതാവേ, അള്ളാഹു എനിക്ക് കരുണ ചൊരിഞ്ഞു. നിമിഷ നേരം കൊണ്ട് ആ ഖബറിന്റെ അരികിൽ ആ ഉമ്മ വന്ന് വിലപിച്ചു, റളീതു ബിഹി, ഞാൻ എന്റെ കുട്ടിക്ക് പൊരുത്തം കൊടുത്തു, എന്റെ കുട്ടിയോട് ഞാൻ മാപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ, എന്റെ മകന് വേണ്ടി ദുആ ചെയ്യണം, എന്റെ മകന് വേണ്ടി ദുആ ചെയ്യണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യത്തിൽ ആ ഉമ്മ പൊരുത്തം കൊടുത്തപ്പോൾ അപ്പോൾ തന്നെ ആ ശരീരം കേട്ടു, ഇൻസരിഫി, മടങ്ങിപ്പോകാം, ധൈര്യമായിട്ട് മടങ്ങിപ്പോകാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽഖമ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബിയുടെ മയ്യത്ത് ഖബർ അടക്കിയിട്ട് ഖബർസ്ഥാനിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാ, യാ മഅശറൽ മുഹാജിരീന വൽ അൻസാർ, ഏ അൻസാരികളെ, മുഹാജിരികളെ, മൻ ഫല്ലല സൗജതഹു അലാ വാലിദൈഹി ഫഅലൈഹി ലഅനത്തുല്ലാഹ് വൽ മലായികതി വന്നാസി അജ്മഈൻ. ആരെങ്കിലും തന്റെ ഭാര്യയ്ക്ക് മാതാവിനേക്കാൾ സ്ഥാനം നൽകിയാൽ, ആരെങ്കിലും തന്റെ ഭാര്യയ്ക്ക് ഉമ്മയേക്കാൾ സ്ഥാനം നൽകിയാൽ, ഉമ്മാന്റെ വാക്കിനേക്കാൾ തന്റെ ഭാര്യയുടെ വാക്കുകൾക്ക് ആരെങ്കിലും പരിഗണന നൽകിയാൽ, ഓർക്കണേ മുഹാജിരികളെ, ഓർക്കണേ അൻസാരികളെ, ഫഅലൈഹി ലഅനത്തുല്ലാഹ് വൽ മലായികതി വന്നാസി അജ്മഈൻ. അല്ലാഹുവിന്റെയും മാലാഖമാരുടെയും സകലമാന സാലിഹീങ്ങളുടെ ശാപത്തിന് അവൻ അർഹനാ. ഇല്ലാ യതൂബ ഇലല്ലാഹി അസ്സ വജല്ല വയുഹ്സിന ഇലൈഹിമാ. അവരോട്, ആ ഉമ്മയോട്, ആ ഉപ്പയോട് പോയി കാല് പിടിച്ച് മാപ്പ് ചോദിച്ചിട്ടാലല്ലാതെ, ആ ഉമ്മ നിനക്ക് പൊരുത്തം തന്നിട്ടല്ലാതെ അല്ലാഹു നിനക്ക് പൊരുത്തം തരുകയേ ഇല്ല മക്കളെ. അതുകൊണ്ട് ഉമ്മാന്റെ കോപം അല്ലാഹുവിന്റെ കോപമാണ്, ഉമ്മാന്റെ ശാപം അല്ലാഹുവിന്റെ ശാപമാ. അതുകൊണ്ട് മാതാപിതാക്കളെ അവഗണിക്കരുതേ, മാതാപിതാക്കളെ വേദനിപ്പിക്കരുതേ. ഭാര്യയേക്കാൾ മാതാപിതാക്കൾക്ക് നിങ്ങൾ സ്ഥാനം നൽകിയാൽ നാളെ അല്ലാഹുവിന്റെ, അവന്റെ റസൂലിന്റെ പൊരുത്തവും തൃപ്തിക്കും നിങ്ങൾ അർഹരാകുമെന്ന് ഈ പരിശുദ്ധമായ ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, മൻ അംസാ മുസ്ഖിതൻ ലിഅബവൈ അംസാലഹു.
ബാബാനി മഫ്തൂഹാനി ലന്നാർ. ആരെങ്കിലും മാതാപിതാക്കളെ സന്ധ്യാസമയത്ത് വേദനിപ്പിച്ചാൽ, ഉറങ്ങാൻ കിടക്കുന്ന ഉപ്പയെ ഉമ്മയെ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ഒരു സിഗ്നൽ കൊണ്ടോ അവരെ വേദനിപ്പിച്ചാൽ, അംസാലഹു ബാബാനി മഫ്തൂഹാനി ലന്നാർ. ആ രാത്രി അവന് വേണ്ടി നരകത്തിന്റെ വാതിൽ തുറക്കപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ശേഷം അല്ലാഹുവിന്റെ റസൂല് ഒരു വാക്കോട് കൂട്ടിച്ചേർക്കുകയാ, വയല്ലലമാ വയല്ലലമാ വയല്ലലമാ. നിന്റെ ഉപ്പയും നിന്റെ ഉമ്മയും നിന്നോട് അക്രമം പ്രവർത്തിച്ചവരാകട്ടെ, നിന്റെ ഉപ്പയും നിന്റെ ഉമ്മയും നിന്നോട് അതിക്രമം പ്രവർത്തിച്ചവരാകട്ടെ, നിന്റെ ഉപ്പയും നിന്റെ ഉമ്മയും നിന്നോട് ഒരു സെന്റ് ഭൂമി പോലും തരാതെ നിന്നെ വീട്ടിൽ നിന്ന് ആട്ടിപ്പായിച്ചവരാകട്ടെ, ആ മാതാപിതാക്കളോട് ഉപകാരമല്ലാത്തതൊന്നും പ്രവർത്തിക്കരുത്, അവരെ വേദനിപ്പിക്കരുത്, അവരെ കരയിക്കരുത്. നബിയുനാ റസൂലുള്ളാഹി പറഞ്ഞ വാക്കാണ്. മാതാപിതാക്കൾ നമ്മളെ വേദനിപ്പിച്ചാലും ശരി, മാതാപിതാക്കൾ നമ്മളെ വേദനിപ്പിച്ചാലും നമ്മൾ അവരോട് ഉപകാരമേ ചെയ്യാവൂ, ഉപദ്രവം പ്രവർത്തിക്കരുത്. പിന്നെ മാതാപിതാക്കൾ മക്കളോട് അക്രമം പ്രവർത്തിച്ചാൽ അതിന് അല്ലാഹ് അവർക്ക് കൊടുക്കും വരെ, അത് പറയുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്, റഹിമല്ലാഹു വാലിദാ ആന വലദഹു ഔ കമാ ഖാല റസൂലുള്ളാഹി. തന്റെ മക്കളോട് കരുണ കാണിക്കുകയും തന്റെ മക്കളെ സഹായിക്കുകയും തന്റെ മക്കളെ ആദരിക്കുകയും ചെയ്ത മാതാപിതാക്കളെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അവരെ തുണയ്ക്കട്ടെ. നബി തങ്ങൾ ദുആ ചെയ്തു. അല്ലാഹു റസൂൽ അവിടെയും ദുആ ചെയ്തു. മാതാപിതാക്കൾക്ക് വേണ്ടി അല്ലാഹു റസൂൽ ദുആ ആർക്കാണ്? മക്കളെ സഹായിച്ച മാതാപിതാക്കൾ, മക്കളോട് കരുണ കാണിച്ച മാതാപിതാക്കൾ, മക്കൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത മാതാപിതാക്കൾ. ഇഅ്ദിലൂ ബൈന ഔലാദിക്കും. മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് നന്ദിയുള്ളവരും നീതിയുള്ളവരുമാകണമേ. നബിയുനാ റസൂലുള്ളാഹി. മാതാപിതാക്കളൊക്കെ ഓഹരിയൊക്കെ വെക്കുമ്പോഴേ മൂത്താക്ക് ഇച്ചിരി കൂടുതൽ, അല്ലെങ്കിൽ ഇളയാക്ക് ഇച്ചിരി കൂടുതൽ, നടുവത്തവനില്ല, ജോലിയും വില ഇല്ലാത്തവന് മാത്രം കൊടുക്കും, ജോലി ഉള്ളവന് കൊടുക്കൂല. ചിലപ്പോൾ അവൻ ജോലി ഇല്ലാത്തവനല്ലേ, അവനൊന്നും അവന് ഒരു തുണ്ട് പോലും കൊടുക്കരുത്, അവൻ പോയി വേണമെങ്കിൽ ഉണ്ടാക്കട്ടെ, കഷ്ടപ്പെടട്ടെ, അതൊന്നും പാടില്ല. മാതാപിതാക്കൾ നാളെ ആഖിറത്തിൽ റബ്ബിന്റെ മുന്നിൽ സമാധാനം പറയേണ്ടി വരും. തന്റെ 10 മക്കൾ, 8 മക്കൾ, 12 മക്കൾ, 4 മക്കൾ, 6 മക്കൾ, തുല്യ നീതിയായിരിക്കണം അവർക്ക് നിങ്ങൾ പുലർത്തേണ്ടത്. തുല്യ നീതി. നീതി പുലർത്തിയില്ല എങ്കിൽ ഉപ്പക്കും ഉമ്മക്കും നാളെ ആഖിറത്തിൽ നല്ല ചുട്ടാടി. അവർക്കിടയിൽ നീതി പുലർത്തണം. നീതി പുലർത്താതെ കണ്ട് നമ്മൾ ഉള്ളത് മൊത്തം പെണ്ണുങ്ങൾക്കും കൊടുത്തു വിടും. പിന്നെ ആണുങ്ങൾ പിന്നെ എന്ത് ചെയ്യും? ലോട്ടറി കച്ചവടം ചെയ്ത് ജീവിച്ചോളാൻ പറയും. പോയിക്കോ. മാതാപിതാക്കളെ ആണുങ്ങൾക്കൊന്നും കൊടുക്കൂല, പെണ്ണുങ്ങൾക്ക് കൊടുത്തുവിടുക മൊത്തം. ഇസ്ലാം പറയുന്നത് തിരിച്ചാണ്. പെണ്ണിനേക്കാൾ 2 വരി കൂടുതൽ ആണിന് കൊടുക്കണമെന്നാണ്. ഇത് അവളെ കെട്ടിക്കുമ്പോൾ വീടും പറമ്പും മൊത്തം വിറ്റിട്ട് അവൾക്ക് അവളെ കൊണ്ടുപോകാം. പിന്നെ വാപ്പ ഉമ്മ ബാക്കിയുള്ളവരെ വിളിച്ചിട്ട് പോയി വാടക വീട്ടിൽ കിടക്കുകയാണ്. നമ്മളല്ലേ ഇത് കൊടുത്തു പഠിപ്പിച്ചത്? ആരായി ശീലിപ്പിച്ചത്? ഇങ്ങനെ കൊടുത്തു പഠിപ്പിച്ചത് ആരാ? അല്ലാഹു അക്ബർ. അതുകൊണ്ട് മാതാപിതാക്കൾ നിങ്ങൾക്കുണ്ടടി. മാതാപിതാക്കൾ മക്കളോട് നല്ല നിലയിൽ കരുണയോടുകൂടി വർത്തിക്കുന്നവരാകണം, നീതിയോടുകൂടി വർത്തിക്കുന്നവരാകണം, നീതി പുലർത്തുന്നവരാകണം മാതാപിതാക്കൾ. ഓഹരിയൊക്കെ വെക്കുമ്പോ അങ്ങനെ തന്നെ വെക്കണം. ഇനി നിങ്ങൾക്ക് ഒന്നും വെള്ളമൊന്നും തരാത്തവൻ അവനെ അല്ല പിടിച്ചോളും, അത് പിടിച്ചോട്ടെ. പക്ഷെ നിങ്ങളുടെ മകനാണ്. എന്റെ മകനല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്റെ മകനല്ല മകളല്ല എന്ന് പറയുന്നതിനകത്ത് അർത്ഥവുമില്ല. അതുകൊണ്ട് അവർക്കിടയിൽ നീതി പുലർത്തണമെന്നും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ചില മാതാപിതാക്കൾ മക്കളെ ശപിക്കും. എങ്ങനെ തന്നെ? ചുമ്മാ പെൺമക്കളെ എല്ലാം വരുന്നത് മൊത്തവും പെണ്ണ്, വരുന്ന എല്ലാം പെണ്ണ് ശപിക്കും. അതുകൊണ്ട് മാനസികമായി അവർക്ക് ഭയങ്കര വിഷമവും ദേഷ്യവുമാണ്. നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കൂല, വീട്ടില് അവളെ കൊണ്ട് ആകെ ഇടങ്ങറാക്കി, പെൺമക്കളെ കൊണ്ട് ഉള്ള ജോലി മൊത്തം ചെയ്യിപ്പിക്കും. വളരെ പീഡനമാണ്. വളർന്നിങ്ങനെ വീട്ടിലിങ്ങനെ നിൽക്കുമ്പോൾ 4 എണ്ണം ഒരുമിച്ച് ഒരേപോലെ ഒരു പന്തലിൽ കെട്ടിച്ചയക്കാൻ പറ്റിയ തോതിൽ ഇങ്ങനെ വളർന്നു നിൽക്കുന്ന ആ പെണ്ണ്, ഇത് കാണുമ്പോ വാപ്പാക്കും ഉമ്മാക്കൊക്കെ അരിശമാണ്, ദേഷ്യമാണ്. ആരുടെ കുഴപ്പ? മക്കളുടെ കുഴപ്പ? ആരുടെ കുഴപ്പ ഇത്? അങ്ങനെ അരിശം പിടിച്ചാലും മക്കളെ നിങ്ങളെ ഉപ്പയോട് ചോദിക്കണം. നിങ്ങളടുത്ത് പറഞ്ഞോ ഞങ്ങളെ ഈ ലൊക്കോലത്ത് ഇങ്ങനെ കൊണ്ടുവരാം? അടുത്താരെല്ലാം പറഞ്ഞു. ഞങ്ങള് മോളിൽ നിന്ന് ഇറങ്ങി വന്നതൊന്നും അല്ലല്ലോ.
വാപ്പാന്റെ ഇതിൽ മെയിൻ ഈ മക്കളുണ്ടാവുന്നതിലെ മെയിൻ ആണും പെണ്ണും ആവുന്നതിന്റെ മെയിൻ സാധനം വാപ്പായ. പെണ്ണിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഡോക്ടർമാരോട് പോയി ചോദിച്ചു നോക്ക്. വാപ്പായെ പരിഗണിച്ചിട്ടാണ് ആണായാലും പെണ്ണായാലും ഒക്കെ ഉണ്ടാവുന്നത്. കാരണം നമ്മൾ പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ബഹുമാനമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൂടുതലും പെൺമക്കളായിരുന്നല്ലോ. ആൺകുട്ടി ഉണ്ടായിരുന്നു, മരണപ്പെട്ടു പോയി, ശൈശവത്തിൽ മരണപ്പെട്ടു പോയി. ആ പെണ്ണിന്റെ മഹത്വം ലോകത്ത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല പെൺമക്കളെ കൊടുത്തത്. എത്ര സ്നേഹിച്ചു, എന്ത് സ്നേഹമായിരുന്നു, ഭയങ്കരമായ സ്നേഹമായിരുന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. ഫാത്തിമ ബിയോടൊക്കെ എന്ത് സ്നേഹം, സൈനബിനോടൊക്കെ എന്ത് സ്നേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇതൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാവുന്ന സത്യമാണ്, സംഭവങ്ങളാണ്. ബദറിൽ പിടിക്കപ്പെട്ട, ബദറിൽ തടവുപുള്ളിയായി പിടിക്കപ്പെട്ടവരിൽ നിന്ന് തന്റെ മകളെ വിവാഹം കഴിച്ച ഒരു വ്യക്തി, മക്കക്കാരനായ ഒരു വ്യക്തിയെ, അദ്ദേഹവും ഈ പിടിക്കപ്പെട്ടവരിലുണ്ട്. പക്ഷെ മുശ്രിക്കായിരുന്നു. അദ്ദേഹത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടി തന്റെ മകളുടെ കഴുത്തിൽ കിടന്ന മാലയെടുത്താണ് നബി തങ്ങളുടെ ഹളറത്തിലേക്ക് കൊണ്ട് കൊടുത്തത്. അത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊട്ടിക്കരഞ്ഞുപോയി. തന്റെ ഖദീജയുടെ മാലയായിരുന്നു, ഖദീജ ബീവിയുടെ മാല. അത് തന്റെ മകൾക്ക് കൊടുത്തതാണ്, തന്റെ മകൾക്ക് കൊടുത്തു. അവൾ തന്റെ ഭർത്താവിനെ മോചിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ മോചനദ്രവ്യമായിട്ട് കൊടുത്തുവിട്ടു. നബി തങ്ങൾ അത് കണ്ടിട്ട് പൊട്ടിക്കരഞ്ഞുപോയി. ഖദീജയുടെ ഓർമ്മ വന്നുപോയി. നബി തങ്ങൾ പറഞ്ഞു, മുൻ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞുപോയ സംഭവങ്ങൾ, നന്മകളെ കുറിച്ച് ഓർക്കൽ ഈമാനിന്റെ ഭാഗമാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഇക്ക മരണപ്പെട്ടു പോയി, പുതിയ പെണ്ണെ, പുതിയ ഇക്കായെ നമുക്ക് കിട്ടിയാലും ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ നിന്റെ പുതിയ ഇക്കയേക്കാൾ പഴയ ഇക്കയായിരിക്കും നിനക്ക് ഒരുപാട് നന്മകൾ ചെയ്തു തന്നത്. എപ്പോഴെങ്കിലും ഓർത്തൊന്ന് കരയണം. അത് ഈമാന്റെ ഭാഗമാണ്, അത് ഈമാന്റെ ഭാഗമാണ്. നമ്മൾ എത്ര ഞാമത്ത് കിട്ടിയാലോ, നമുക്ക് എത്ര ഹൈറ് കിട്ടിയാലോ, നമ്മൾ വലിയ സമ്പന്നനായി മാറിയപ്പം ഭയങ്കര കോടീശ്വരനായി, ആരുടെ മുന്നിൽ 10 പരമ്പര തിന്നാനുള്ള അവസ്ഥയുണ്ട്. പക്ഷെ ഇനി ഒരു കാലഘട്ടത്തിൽ ഓർക്കണം, എന്റെ ഉപ്പ പട്ടിണി കിടന്നത്, എന്റെ ഉമ്മ പട്ടിണി കിടന്നത്. അന്ന് എന്നെ എടുത്തുകൊണ്ട് എന്റെ ഉപ്പയും ഉമ്മയും കൊണ്ടു നടന്ന ആ ഒരു രംഗം ഇടയ്ക്ക് നീ ഓർക്കണം, ഓർത്തിരുന്ന് കരയണം. അത് ഈമാന്റെ ഭാഗമാണ്. നബിയുനാ റസൂലുള്ളാഹി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല കോടീശ്വരനാണ്, കോടീശ്വരൻ. വെറുതെ കോടീശ്വരനൊന്നും ആയതല്ല, ത്യാഗം സഹിച്ച് വളർന്നു വന്നു. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പട്ടിണിയായി, അർദ്ധപ്പട്ടിണിയായി കിടന്ന ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. നോമ്പ് മുറിക്കാൻ വെള്ളമില്ല, നോമ്പ് മുറിക്കാൻ ഈത്തപ്പഴമില്ല, കാരക്കയില്ലാതെ കഷ്ടപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ അല്ലാഹു കോടികൾ കൊടുത്ത് അനുഗ്രഹിച്ചു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല എന്ന് പറയുമായിരുന്നു, ഞാൻ ഏതെങ്കിലും ഒരു മരുഭൂമിയിൽ പോയി ഒരു പാറക്കഷണം ഉയർത്തിയാൽ അല്ലാഹു അതും എനിക്ക് സ്വർണ്ണമാക്കി തരും. അത്രയ്ക്ക് സമ്പത്ത് അല്ലാഹു എനിക്ക് തന്നു. പക്ഷേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലെ എല്ലാ നോമ്പ് തുറക്കും അവിടുന്ന് നേതൃത്വം കൊടുക്കുന്നു. സഹാബാക്കൾ എല്ലാവരും വരിക്കുവരി സുഫ്രയുടെ ഇരുവശങ്ങളിലും കാരക്ക തിന്നുവാൻ, സുഫ്രയുടെ ഇരുവശങ്ങളിലും നോമ്പ് തുറക്കുവാൻ, വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ സഹാബാക്കൾ എല്ലാവരും മദീന പള്ളിയിൽ എല്ലാവരും സഫ് സഫായിട്ടിരിക്കുമ്പോ അങ്ങും വിദൂരത്തിൽ മാറിയിരുന്നു പൊട്ടിക്കരയുന്നു മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. സഹാബാക്കൾ ആരോ അത് രസിച്ചു, കണ്ടു. സഹാബാക്കൾ അടുത്തേക്ക് പോയി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ നിങ്ങൾ എന്താ കാര്യം? ഇത്രയും സമയം നോമ്പുറക്കുന്ന സമയമല്ലോ, നോമ്പ് മുറിക്കാനുള്ള സമയമല്ലോ, നോമ്പ് തുറക്കാനുള്ള സമയമല്ലോ, നിങ്ങളിപ്പോ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാൽ എങ്ങനെ കാര്യം നടക്കുക? നിങ്ങൾ ഇതിനെ കരയുന്നു, ഇതിനെ കരയുന്നു. സന്തോഷം ഇല്ല. ഒരു കാലഘട്ടത്തെ ഞാൻ ഓർത്ത് കരഞ്ഞു പോയതാണ്. ഇതേപോലെ നോമ്പ് തുറക്കാൻ വെള്ളമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന് നോമ്പെടുത്തിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്റെ മുന്നിലൂടെ കഴിഞ്ഞു പോയിരുന്നു. ഇന്ന് അള്ളാഹുവിന്റെ കുദരത്ത് കൊണ്ട്, അവൻ എനിക്ക് തന്ന പണം കൊണ്ട് ഈ ആയിരങ്ങൾക്ക് നോമ്പ് തുറപ്പിക്കാൻ അള്ളാഹു എനിക്ക് തൗഫീഖ് തന്നപ്പോ എന്റെ കഴിഞ്ഞ കാലത്തെ ഞാൻ ഓർത്ത് കരഞ്ഞു പോയതാണ്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ചിന്തിക്കോ, നമ്മൾ ചിന്തിക്കോ? റേഞ്ച് റോവറിൽ നടന്നു പോയാലേ പണ്ട് നിന്റെ ഒപ്പ എന്നെ സൈക്കിളിൽ പിറകിലെടുത്ത് വെച്ചുകൊണ്ട് സ്കൂളിൽ കൊണ്ടുവിട്ട് പഠിപ്പിക്കാൻ പോയ രംഗം നിനക്ക് ഓർമ്മ വരുമോ? ഉപ്പ മരിച്ചുപോയി, കബറിൽ കിടക്കാണ്, ഹജ്ജ് ചെയ്തില്ല, അന്ന് പണം ഇല്ലായിരുന്നു. അല്ലാഹ് നിനക്ക് പണം തന്നു. നിന്റെ ഉപ്പാക്ക് വേണ്ടി 5 ലക്ഷം മുടക്കി ഒരു ഹജ്ജ് ചെയ്യാൻ നിന്റെ പണം നീ ചെലവ് ചെയ്തോ? നിന്റെ ഉമ്മ സുഖമില്ലാതെ കിടക്കുന്നു, ആ ഉമ്മയെ ഹൈടെക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ നിന്റെ പണം ചെലവ് ചെയ്യാറുണ്ടോ? ഗവൺമെന്റ് ആശുപത്രി കൊണ്ടിട്ട്, ഗവൺമെന്റ് ആശുപത്രി കിട്ടിയാ കിട്ടാ പോയാ പോട്ടെ. യാ അല്ലാഹ് 89 വയസ്സായി, ഇനി എന്ത് ശരിയാക്കാൻ?
അള്ളാഹു ഒരു കാലഘട്ടത്തിൽ ഈ ഉമ്മ നിന്നെ എടുത്തിട്ട് ഒക്കത്തെടുത്ത് വെച്ച് കൊണ്ട് നടന്ന് നിന്നെ വളർത്തിയെടുത്ത പാട് ത്യാഗം അത് നിനക്കറിയില്ലല്ലോ, നിനക്കതറിയില്ലല്ലോ. അന്ന് ഭക്ഷണം ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. ഇന്ന് നിന്റെ മുന്നിൽ 4 നേരം 5 നേരം ഭക്ഷണം ഇഷ്ടം പോലെ. ഇനിയൊരു കാലഘട്ടം വരും, അതേ പഴയ കാലഘട്ടം വീണ്ടും വരും. കുഞ്ഞുമക്കൾ വെള്ളത്തിന് വേണ്ടി അടിപിടി ഉണ്ടാക്കുന്ന കാലഘട്ടം, വെള്ളത്തിന് വേണ്ടി അടിയുണ്ടാക്കുന്ന കാലഘട്ടം വരും, തിരിച്ചു വരും. ആ പഴയ കാലം തന്നെ തിരിച്ചു വരും. ഇപ്പൊ പഴയ ഫാഷൻ ഇപ്പൊ വീണ്ടും തിരിച്ചു വരുന്നില്ലേ? പഴയ പണ്ടത്തുള്ള ഫാഷൻ പോലെയാണ്. പണ്ട് നിക്കറിട്ട് നടന്ന പോലെ ഇപ്പോൾ നമ്മൾ നിക്കറിടാൻ തുടങ്ങിയില്ലേ? വള്ളി നിക്കറിട്ട് നടന്നിരുന്ന ഒരു കാലഘട്ടം. പണ്ട് വള്ളി നിക്കറിട്ടില്ലേ? ഇപ്പൊ വള്ളി ഇല്ലാന്നേ ഉള്ളൂ, നിക്കറിടുന്നില്ലേ? പാവാട ഉടുപ്പിട്ടിരുന്ന കാലഘട്ടം, ഇപ്പൊ പെണ്ണുങ്ങൾ പാവാട ഇടാൻ തുടങ്ങി. ഇപ്പൊ വീണ്ടും തിരിച്ചു വന്നു. പണ്ട് ചാരൊക്കെ പണ്ടൊക്കെ വീട്ടുണ്ടായിരുന്നു, 4 കെട്ട് എന്നൊക്കെ പറഞ്ഞ് ചാരൊക്കെ വെച്ചിരുന്നു. ഇപ്പൊ നമ്മുടെയൊക്കെ വീടുകളിൽ ചാര് വെക്കാൻ തുടങ്ങിയില്ലേ? പണ്ടത്തെ കാലഘട്ടങ്ങൾ തിരിച്ചു വരികയാണ്. നമ്മളിപ്പോ എല്ലാം തിരിച്ചു വരികയാണ്. സംഭവം എല്ലാം വരും. അതേപോലെ പട്ടിണിയും വരും, ദാരിദ്ര്യവും വരും. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇഷ്ടം പോലെ നല്ല തിന്നാന്, വയറു നിറച്ച് തിന്നാനുള്ള സാഹചര്യം ഒക്കെ അള്ളാഹു ഇപ്പൊ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, ഇതൊന്നും നമുക്ക് നഷ്ടാവൂല എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? തെറ്റിപ്പോയി. ഏറ്റവും വലിയ കോടീശ്വരന്മാരൊക്കെ അതിനകത്ത് കിടക്കുകയാണ്, ജയിലിനകത്ത് കിടക്കുകയാണ്. ഏറ്റവും വലിയ കോടീശ്വരന്മാര് ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ. കോടികൾ ഇഷ്ടം പോലെ നമ്മുടെ മുന്നിൽ തന്നെ. അപ്പൊ നമുക്ക് ഇനി ഇതുകൊണ്ട് സൂഹിക്കാമെന്ന് ധരിക്കൊന്നും വേണ്ട. ഒരു ചെറിയൊരു അസുഖം വന്നാൽ മതി, വസ്തു മൊത്തവും കൊണ്ടുപോകും. ആശുപത്രിക്കാര് മൊത്തം കൊണ്ടുപോകും. ചെറിയൊരു പനി വന്നാൽ മതി, ചികിത്സിച്ച് അതിന് ടെസ്റ്റ് എടുത്ത് മൊത്തം കൊണ്ടുപോകും. വെള്ളത്തിന് വേണ്ടി അടിയുണ്ടാകുന്ന ഒരു കാലഘട്ടം ഈ ലോകത്തുണ്ടാകും. ഉണ്ടാകാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഔ കമാ ഖാല റസൂലുള്ളാഹി. വെള്ളത്തിന് വേണ്ടി അടിയുണ്ടാകുന്ന ഒരു കാലഘട്ടം വരും. ഇപ്പൊ തന്നെയല്ലേ ഒരു ബോട്ടില് ആറ്റിലെ വെള്ളത്തിന് എത്ര രൂപ? 20 രൂപ കൊടുക്കണ്ടേ? അതൊരു പഞ്ച് ചെയ്ത് കൊണ്ടുതരും. നമുക്കെല്ലാം അറിയോ ഇത് എവിടുന്നാന്നുള്ളത്? ആലുവ പുഴയെന്ന് എത്രയോ മൃതശരീരത്തിന്റെ സൈഡിൽ നിന്നൊക്കെ ഒഴുകി വന്ന ആ സാധനം നമ്മൾ കുടിക്കുന്ന റാഹത്തായിട്ട് നമ്മൾ കുടിക്കുമ്പോ പെരിയാറിന്റെ സൈഡെന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ഥലം, ഭയങ്കര സൂപ്പർ. അവിടെ പോയി അടുത്ത് നോക്കണം, നല്ല തങ്കക്കട്ടികളൊക്കെ ഇങ്ങനെ ഒഴുകുന്നത് കാണാം. സംഭവം ഇതൊക്കെയല്ല നമ്മള് റാഹത്തായിട്ട് കുടിക്കുന്നത്. അത് കുപ്പിയിൽ ബോട്ടിലാക്കി നിറച്ചുകൊണ്ട് വന്ന 20 റുപ്യ. വെള്ളം ഇവിടെ മഴയൊക്കെ പെയ്ത് ഇഷ്ടം പോലെ മഴ കിട്ടി, വെള്ളമൊക്കെ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളമില്ല, നമുക്ക് വെള്ളം കിട്ടുന്നില്ല. കേരളത്തിന്റെ കാലാവസ്ഥയൊക്കെ പോയില്ലേ? സംഭവം ഒക്കെ മാറിപ്പോയില്ലേ? 6 മാസം നമുക്ക് മഴ പെയ്താൽ 6 മാസം സുഭിക്ഷമായി നമുക്ക് ജീവിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ വെള്ളം കിട്ടുന്നില്ല. രോഗങ്ങൾ വ്യാപിക്കാണ്, മാരകമായ രോഗങ്ങൾ. എന്തുകൊണ്ടാണ് ഇതൊക്കെ ആര് പഠിപ്പിച്ചു? നബിതങ്ങൾ പഠിപ്പിച്ച സംഭവമാണ്. ഇതൊക്കെ സംഭവിക്കും മക്കളെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ വിളിച്ചുകൊണ്ട് പറയുകയാ, യാ മഅശറൽ മുഹാജിരീൻ, ഏ മുഹാജിരീങ്ങളെ, 5 കാര്യം ഇദബ്തുലീതും ബിഹിന്ന അഊദു ബില്ലാഹി അൻ തുദ്രികൂന്ന. 5 കാര്യങ്ങൾ നിങ്ങൾക്ക് വരാതെ അള്ളാഹു നിങ്ങളെ കാത്തുകൊള്ളട്ടെ. 5 കാര്യങ്ങൾ എങ്ങാനും നിങ്ങൾക്ക് സംഭവിച്ചാൽ നിങ്ങളെ തീരാ നഷ്ടത്തിലാണ് സഹാബ. അത് വരാതിരിക്കാൻ ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുകയാണ്. അഊദു ബില്ലാഹി അൻ തുദ്രികൂഹുൻ. ലം തദ്ഹറിൽ ഫാഹിഷ ഇല്ലാ ഫശാ ഫീഹിം الطاعون والأوجاع التي لم تكن مضت في أسلافهم الذين مضوا أو كما قال رسول الله. ഈ ഏത് കാലഘട്ടത്തിൽ അനാവശ്യങ്ങളും അശ്ലീലതകളും വ്യാപിക്കുന്നത് എവിടെയാണോ, അറിയപ്പെടാത്ത രോഗങ്ങൾ ആ നാട്ടിൽ വ്യാപിക്കാതിരിക്കുകയില്ല സഹാബ. ഏത് രാജ്യത്താണോ, ഏത് നാട്ടിലാണോ, ഏത് ദേശത്താണോ അനാചാരങ്ങളും അശ്ലീലതകളും പെരുകുന്നത്, അധികമാകുന്നത്, ആ നാട്ടിൽ അറിയപ്പെടാത്ത രോഗങ്ങളും വേദനകളും കൊണ്ട് അല്ലാഹു ആ സമൂഹത്തെ തളർത്തിക്കളയും സഹാബ. ലം തകുൻ മളത് ഫി അസ്നാഫിഹിം അല്ലദീന മളൂ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കണ്ടിട്ടില്ലാത്ത, കേൾവി കേട്ടിട്ടില്ലാത്ത, കേൾവിയില്ലാത്ത രോഗങ്ങളും വേദനകളും കൊണ്ട് അല്ലാഹു ആ സമൂഹത്തെ പരീക്ഷിക്കും സഹാബ. നബിയുനാ റസൂലുള്ളാഹി. ബ്രസീലിൽ ഒരു പുതിയ രോഗം എല്ലാവരും വായിച്ചില്ല പത്രത്തിൽ അല്ലേ? നബി തങ്ങൾ പറഞ്ഞ വാക്ക് വെറുതെ. ബ്രസീലിൽ ഗർഭത്തിനകത്ത് കുട്ടിക്ക് രോഗം. 2 വർഷം വരെ ഗർഭം ചുമക്കാൻ, ഗർഭിണിയാകാൻ പാടില്ല. ഓർഡറാണ് 2 വർഷം വരെ.
ബ്രസീലിന്റെ ചരിത്രം അറിയോ? ഫുട്ബോൾ തരംഗത്തിൽ ഒന്നാമൻ കെങ്കേമൻ എല്ലാവരും ഇവിടെ നമ്മുടെ തല പോലും മുട്ടയടിച്ച് കാക്കാമാര് ബ്രസീൽ എന്ന് എഴുതി നടന്നില്ലേ? ലോക ചരിത്രത്തിൽ വെച്ച് ലോകത്തുള്ള വേശ്യാലയങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല സുന്ദരികളായ വേശ്യപ്പെണ്ണിനെ സെലക്ട് ചെയ്ത് 60,000-ഓളം വേശ്യകളെ പന്ത് കളിക്കുന്നവർക്ക് വേണ്ടി സുഖിക്കാൻ വേണ്ടി കൊണ്ടു നിർത്തിയില്ലേ? അത് ബ്രസീൽ എന്ന കാര്യം നിങ്ങൾ മറന്നു പോകണ്ട മക്കളെ. 60,000 വേശ്യപ്പെണ്ണുങ്ങളെ കൊണ്ടു നിർത്തി പന്ത് കളി ഉഷാറാക്കണം. നിങ്ങൾക്ക് സുഖിക്കാൻ സുന്ദരികളായ പെണ്ണുങ്ങളെ ഞങ്ങളുടെ നിർത്തിയിരിക്കുന്നു. ബദറിലെ അബൂജഹല് വന്ന് പറഞ്ഞില്ലേ, ഏ സഹോദരങ്ങളെ, പെണ്ണുങ്ങൾ അർദ്ധനഗ്നകളായി ഇതാ ശത്രുക്കളുടെ കൂട്ടത്തിൽ ഇറങ്ങി വരികയാണ്. അബൂജഹലിന്റെ കൂട്ടക്കാരുടെ ഇടയിലേക്ക് അർദ്ധനഗ്നകളായ പെണ്ണുങ്ങൾ ഇറങ്ങി വരികയാ. മുഹമ്മദിനെ പരാജയപ്പെടുത്തിയാൽ നിങ്ങളോടൊപ്പം 10 ദിവസം ഞാൻ കിടക്കാം. മുഹമ്മദിനെയും അവന്റെ അനുയായികളെയും പരാജയപ്പെടുത്തിയാൽ ഈ മക്ക കണ്ട ഏറ്റവും വലിയ സുന്ദരിയാണ്, റാണിയാണ് ഞാൻ, നിന്നോടൊപ്പം 5 ദിവസം ഞാൻ കൂട്ടിന് കിടക്കാം. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ബ്രസീലുകാരന്മാരുടെ മുന്നിൽ കൊണ്ടുവന്ന് 60,000 വേശ്യപ്പെണ്ണുങ്ങളെ നിരത്തിയിട്ട് പറഞ്ഞു, ജയിക്കണം, കളി ജയിക്കണം, ഞങ്ങളുടെ കൂട്ടത്തിൽ ഞാനുണ്ട്. 3-4 പേരല്ല ഇങ്ങനെ നിൽക്കുന്നത്. ലോകത്ത് നിന്ന് 60,000 സെലക്ട് ചെയ്തുകൊണ്ടുവന്നു. കോടിക്കണക്കിന് ഡോളറാണ് അതിന്റെ ചെലവ്. അള്ളാന്റെ റസൂല് 1000 ആണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഇതാ ലോകം കണ്ടില്ലേ മക്കളെ, ഇസ്ലാമിലേക്ക് കടന്നു വരണേ, ഹബീബായ തങ്ങളെ സ്വീകരിക്കണേ, തൗഹീദിന്റെ മക്കളാകണമേ. അള്ളാന്റെ റസൂല് കണ്ടുപിടിക്കുന്ന കാലഘട്ടത്തില് അന്ന് അള്ളാന്റെ റസൂലിന് അത്യാധുനിക ഉപകരണങ്ങളൊന്നുമില്ല. സാറ്റലൈറ്റ് ഇല്ല, നെറ്റില്ല, വാട്സപ്പ് ഇല്ല, അവിടെ ഫേസ്ബുക്ക് ഇല്ല, മറ്റൊരു സംവിധാനങ്ങളുമില്ല. ആ ഡാർക്ക് ഏജ് എന്ന് പറയുന്ന ഇരുണ്ട യുഗത്തില് ലോകത്തിന്റെ പ്രകാശമായ മുത്തു മുഹമ്മദ് മുസ്തഫ ഹിജാസിന്റെ മണ്ണിൽ നിന്നുകൊണ്ടല്ലേ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, ഏതൊരു നാട്ടിലാണോ അശ്ലീലങ്ങൾ കൊണ്ട് അമ്മാനമാടുന്നത് അവർക്ക് ചികിത്സയില്ലാത്ത രോഗങ്ങൾ ആ നാട്ടിൽ വ്യാപിക്കും. സഹാബാ നബിയനാ റസൂലുള്ളാഹി. അതാണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് അല്ലേ? ആ വൈറസ് തന്നെ. വേറെ ഒരു സംഭവം ആസ്ട്രേലിയയിൽ കണ്ട ഒരു സൈസ് പാമ്പ്. എന്താണ് ഒരു സൈസ് പാമ്പ് ഇറങ്ങിയിട്ടുണ്ട്. ആ പാമ്പ് എന്ന് പറഞ്ഞാൽ ഈ സിക്ക് വൈറസ് എന്ന് പറഞ്ഞാൽ, സിക്ക് എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ ഖുർആനിൽ പറയുന്നുണ്ട്, കാല ഇന്നി സഖീം. ഖുർആനിൽ ഇല്ലാത്ത ഏത് രോഗ സഖീം എന്ന് പറഞ്ഞാൽ സിക്ക്, അതിന്റെ പേരെന്നാ സഖീം അല്ലേ? കിഴങ്ങന്റെ പേരല്ലേ സിക്ക് വൈറസ് അല്ലേ? ഖുർആനിൽ പറയുന്ന സഖീം എന്ന് പറഞ്ഞ വൈറസ് എന്നതിന്റെ അർത്ഥം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇബ്രാഹിം നബി കടന്നു, എന്താ ഇബ്രാഹിം നടക്കുന്നത്? കാല ഇന്നി സഖീം, എനിക്ക് രോഗമാണ്, എന്നെ വിളിക്കല്ലേ, പോ, സുഖമില്ല, സഖീം. ഖുർആനായത്താ. ആ രോഗമല്ല ഇപ്പൊ കണ്ടുപിടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല. ഖുർആനിലുള്ള തന്നെ മക്കളെ കണ്ടുപിടിച്ചോണ്ടിരിക്കുന്ന ഖുർആൻ പഠിപ്പീര്. ولا تنقصوا المكيال والميزان إلا أخذوا بالسنين. അളവിലും തൂക്കത്തിൽ എണ്ണം കുറയ്ക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ വെള്ളമൊക്കെ വറ്റിപ്പോകുന്നു, മഴ ഉണ്ടാവൂല. يكون المطر قيضا والبلد غيضا وتفيض اللئام فيضا وتغيض الكرام غيضا. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞില്ലേ, നാട്ടിൽ അനാചാരവും അന്ധവിശ്വാസങ്ങളുടെ നീരാളിപ്പിടുത്തമായാൽ ആ നാട്ടിൽ അക്രമികളായ ഭരണാധികാരികൾ തേർവാഴ്ച നടത്തുന്നതായി കണ്ടാൽ, അന്നവിടെ നീതി നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം വന്നാൽ, അധർമ്മം കൊടികുത്തി വാഴുന്നത് കണ്ടാൽ, അളവിലും തൂക്കത്തിലും എണ്ണം കുറയ്ക്കുന്നത് കണ്ടാൽ, യകൂനുൽ മതറു ഖൈളാ, നമുക്ക് കിട്ടേണ്ട മഴ കുറഞ്ഞു പോകും സഹാബാ. വൽവലദു ഖൈളാ, നമ്മുടെ മക്കളൊന്നും അനുസരണയുള്ളവരായി വാഴുകയില്ല സഹാബാ. വതഫീലുൽ ലിആമു ഫൈളാ, തെമ്മാടികളും അഹങ്കാരികളും അധികരിക്കും സഹാബാ. വതഗീലുൽ കിറാമു ഗൈളാ, മാന്യന്മാരായ സഹോദരങ്ങളും സാലിഹീങ്ങളായ മക്കളും മരണപ്പെട്ടു പോകും സഹാബാ. അവർക്ക് ഇതൊന്നും അറിയണ്ട, എല്ലാം അനുഭവിക്കേണ്ട നമ്മളാണ്.
നമ്മളാണ് എല്ലാം കിടന്ന് അനുഭവിക്കേണ്ടത്. അവരൊക്കെ അള്ളാഹുവിന്റെ നല്ല നല്ല ഭാഗത്തേക്ക് പോകും. അഹങ്കാരികളും തെമ്മാടികളുമായ മക്കളായിരിക്കും നമുക്ക് ഈ നാട്ടിൽ ബാക്കിയാവുക. ചണ്ടികള്, ഒരു ഫായതയില്ല, ഒരു ഗുണമില്ലാത്തത്. ഇന്നത്തെ മക്കളെ കൊണ്ടുള്ള ഗുണമുണ്ടോ? ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. ഇതൊക്കെ തന്നെയാണ് സംഭവം. ഖിയാമത്തിന്റെ അടയാളമായി ഇതൊക്കെ. ഖിയാമത്തിന്റെ അടയാളമാണ് ഇതെല്ലാം. മനസ്സിലാക്കിക്കോളി, എല്ലാം മനസ്സിലാക്കിക്കോളി. അപ്പൊ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിലൂടെ നമുക്ക് പഠിപ്പിച്ച് തന്നതൊക്കെ ഇന്ന് ലോകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്, യാഥാർത്ഥ്യമാണ്, പുലർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വലിയ താമസമൊന്നുമില്ല, എല്ലാം നടന്ന് ഉടനെ തന്നെ ഇപ്പൊ വീഴും. അതിനു മുമ്പൊക്കെ നന്നാക്കി വല്ലതൊക്കെ ആഖിറത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന വല്ലോണ്ട് ചെയ്തു. മക്കള് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയൊന്നും നമുക്ക് വേണ്ട, അല്ലേ? കുറെ പണം ഉണ്ടാക്കി മക്കൾക്ക് ഉണ്ടാക്കിയിടും. നമ്മൾ ഗൾഫിൽ പോകുന്ന എന്തിനാ? എന്റെ മോന് വേണ്ടിയിട്ടാണ്, എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്, ഒരു പുര കെട്ടാനാണ്, വീട് വെക്കാനാണ്. ഇതിലൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. ആഖിറത്തിന് വേണ്ടിയാണ് ഞാൻ ഗൾഫിൽ പോയെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആഖിറത്തിന് പോണെങ്കിൽ ഗൾഫിൽ പോകേണ്ട കാര്യമില്ല. ആലുവ പാലത്തിന്റെ മുകളിൽ താഴോട്ടി ആടിയാ പോയ പെട്ടെന്ന് ആഖിറത്തിൽ ചെല്ലാലോ. നമ്മളെല്ലാരും ഗൾഫിൽ പോയ അതിനല്ലേ? എനിക്കൊരു പുര വെക്കണം, വീട് വെക്കണം. സമ്പത്ത് കൊണ്ട് ആഖിറത്തിൽ നമുക്ക് വാങ്ങിക്കൂടെ? വിലക്ക് വാങ്ങിക്കൂടെ? അള്ളാഹ് പറഞ്ഞ ഇന്നല്ലാഹ ഇശ്തറാന്നാ അള്ളാഹ് പറഞ്ഞത്. ഇഷ്തറാന്ന് അള്ളാഹ് പറഞ്ഞത്, വാങ്ങാന്ന്. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന ബിഅംവാലിഹിം വഅൻഫുസിഹിം ബിഅന്ന ലഹുമുൽ ജന്ന. സ്വർഗ്ഗം വാങ്ങാൻ ആര് തയ്യാർ? ഇഷ്തറാ, കച്ചവടം ചെയ്യുന്ന പോലെ അള്ളാഹ് ചോദിക്കുന്നത്. അള്ളാഹ് കച്ചവടം ചെയ്യാണ്, ബിസിനസ്. ഞങ്ങൾ വാള് കച്ചവടം ചെയ്യുന്ന പോലെ ബിസിനസ്. ഇഷ്തറാ, വാങ്ങാൻ തയ്യാറുണ്ടോ? ഇഷ്തറ, അതാണ് കച്ചവടം. കച്ചവടമാണ്, എല്ലാം കച്ചവടം, എല്ലാം കച്ചവടം തന്നെ. ഇതും കച്ചവടം തന്നെയാണ്. അൽഹംദുലില്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറ. കച്ചവടമല്ലേ? ലദുല്ലുക്കും അലാ തിജാറ. നല്ലൊരു കച്ചവടത്തെ കുറിച്ച് പറഞ്ഞു തരട്ടെ. അള്ളാഹ് എല്ലാം കച്ചവടമാണ് പറഞ്ഞത്. തുൻജിക്കും മിൻ അദാബില്ലാഹ്. അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന കച്ചവടം, വലിയ കച്ചവടം. അപ്പൊ എല്ലാം കച്ചവടം തന്നെയാണ്. പക്ഷെ കച്ചവടം ആയിരിക്കണം, അത് കപടമാകാൻ പാടില്ല. അത് യഥാർത്ഥത്തിലുള്ള കച്ചവടമാണെങ്കിൽ ഓക്കെ, അതേതായാലും ശരി. സദഖയായാലും ശരി, വഅളായാലും ശരി, ഹജ്ജായാലും ശരി, ഉംറ ആയാലും ശരി, നിസ്കാരായാലും ശരി, അള്ളാന്റെ പൊരുത്തത്തിനുള്ള കച്ചവടമാണെങ്കിൽ ആ കച്ചവടം കൊള്ളാം. അതല്ലാത്ത കച്ചവടമാണെങ്കിൽ അകത്തകർന്ന് തന്നെ. അങ്ങനെയുള്ളവരെ നോക്കിയിട്ടായിരിക്കും പറയുന്നത്. ഒന്ന്, തൂബാലക ഇൻ ഫുസ്ത ബിറിദ്വാനില്ലാഹ് വവൈലുൽ ലക ഇൻ റജഅത ബിസഖത്തില്ലാഹ്. അള്ളാന്റെ പൊരുത്തത്തോട് കൂടിയാണ് നീ മടങ്ങിയതെങ്കിൽ നിനക്ക് എല്ലാവിധ ഭാവുകങ്ങളും ഞങ്ങൾ നേരുന്നു. അള്ളാന്റെ പൊരുത്തമില്ലാതെ കോപത്തോടു കൂടിയാണ് നീ വന്നതെങ്കിൽ നിനക്ക് നാശമാണ്, നാശമാണ്, നാശമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കൊരു ഹദീസ് പറഞ്ഞു തന്നു. അയ്യുക്കും മാലു വാരിസിഹി അഹബ്ബ ഇലൈഹി മിൻ മാലിഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, സ്വന്തം സമ്പത്തിനേക്കാൾ മറ്റുള്ളവരുടെ സമ്പത്തിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ സഹാബ? ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് പറയുകയാണ്, മാ മിന്നാ അഹദുൻ ഇല്ലാ അഹബ്ബ ഇലൈഹി മിൻ മാലിഹി. നബിയേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സമ്പത്തിനോടല്ലാതെ മറ്റൊരാളോട്, മറ്റൊരു സമ്പത്തിനോട് താല്പര്യമില്ല നബിയേ. ഞങ്ങൾക്ക് ഞങ്ങളെ സമ്പാദിച്ച സമ്പത്തിനോട് മാത്രമാണ് താല്പര്യം നബിയേ. മറ്റുള്ളവരുടെ സമ്പത്തിനോട് ഞങ്ങൾക്ക് ഒട്ടും ലവലേശം താല്പര്യമില്ല ഹബീബേ. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഫഇന്ന മാലകും മാ ഖദ്ദമാ വമാല വാരിസികും മാ ഖറാ ഔ കമാ ഖാല റസൂലുള്ളാഹി. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ മുമ്പ് നിങ്ങൾക്ക് വേണ്ടി ഇതാ നിങ്ങൾ പോകാൻ പോകുന്ന ആഖിറത്തിന് വേണ്ടി നിങ്ങൾ ചെയ്തു വെക്കുന്ന നന്മകളുണ്ടല്ലോ, ചെയ്തു വെക്കുന്ന സദഖകളുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ യഥാർത്ഥ സമ്പത്ത് സഹാബ. വമാല വാരിസിഹി മാ ഖറാ. നിങ്ങൾ മരിക്കുമ്പോ ഈ ദുനിയാവിൽ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് വരുന്ന സമ്പത്തുണ്ടല്ലോ, ആ സമ്പത്ത് നിങ്ങളുടെ സമ്പത്തല്ല, അത് മറ്റുള്ളവരുടെ സമ്പത്താണ് സഹാബ. അതാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞത്, ഇദാ ഉൽഹിദ ഫീ ഖബരിഹി. ഒരാൾ തന്റെ മയ്യത്ത് തന്റെ ഖബറിലേക്ക് ഇറക്കി വെക്കപ്പെട്ട് കഴിഞ്ഞാൽ, മരിച്ചവന്റെ മയ്യത്ത് ആ ഖബറിലേക്ക് ഇറക്കി വെക്കപ്പെട്ട് കഴിഞ്ഞാൽ, വൻസറഫ അൻഹുൽ അഹ്ലു വൽ
അഖാരിബു വൽ അസ്ഹാബ്. ആ ഖബറിന്റെ ഓരത്ത് നിന്ന് അവന്റെ കുടുംബക്കാര്, നാട്ടുകാര്, സുഹൃത്തുക്കളും മടങ്ങിപ്പോയാൽ മലക്ക് വന്ന് അവനോട് വിളിച്ചു പറയുകയാണ്, യബ്നാദമിന്റെ മകനെ, ജമഅതൽ മാൽ വതറക്തഹു ലിഗൈരിക. ദുനിയാവിൽ ധാരാളം സമ്പാദിച്ചു കൂട്ടിയവനല്ലേ, ലക്ഷം കോടി സമ്പത്തിന്റെ ഉടമസ്ഥനായിരുന്നില്ലേ. വതറക്തഹു ലിഗൈരിക, നീ അത് മറ്റുള്ളവർക്ക് വേണ്ടി ഉപേക്ഷിച്ചിട്ട് വന്നവനല്ലേ. ആദമിന്റെ മോനെ, ഇമ്മാലി ജന്നത്തിൻ ആലിയാ ഔ ഇമ്മാലി നാരിൻ ഹാമിയാ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നീ അറിയാൻ പോവുകയാണ് ആദമിന്റെ മോനെ, ഒന്നുകിൽ നീ സ്വർഗീയ സുന്ദരമായ ആരാമത്തിൽ നീ സുഖിച്ചു വളരുന്നവനായിരിക്കാം, ഔ ഇമ്മാ ലിനാരിൻ ഹാമിയാ, അതല്ല നരകത്തിന്റെ അഗ്നികുണ്ഡാരത്തിലേക്കായിരിക്കാം നിന്നെ തെളിക്കപ്പെടുന്നത്. ഇത് രണ്ടാലൊന്ന് അറിയാനുള്ള സമയമായി ആദമിന്റെ മോനെ. മയ്യത്തടക്കിട്ട് എല്ലാരും പോകുമ്പോ ഒരു മലക്ക് വന്ന് അവനോട് വിളിച്ചു പറയും, ജമാഅത്തൽ മാൽ, സമ്പത്തൊക്കെ കൂട്ടിയില്ലേ, വല്ലവർക്കും അത് വിട്ടിട്ട് വന്നില്ലേ, അത് കൊടുത്തൂടായിരുന്നോ ഖബറിലേക്ക് വേണ്ടി എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച പോലെ നമ്മുടെ മക്കൾക്കുള്ള എല്ലാം കൊടുത്ത് അവസാനം മക്കളെ അടിച്ചു പൊളിച്ച് ഇവിടെ വലിയ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ കളിക്കുമ്പോ വാപ്പ അവിടെ കിടന്ന് കുത്തുള്ളൂമായിരിക്കും, മലക്കട കുത്ത്, നല്ല സൂപ്പർ കുത്ത്. അവൻ ഇവിടെ മൊബൈലിൽ കുത്തുമ്പോ വാപ്പയുടെ നെഞ്ചിലോട്ടും മലക്കൾ വന്ന് കമ്പിപ്പാര വെച്ച് കുത്തുമായിരിക്കും. കമ്പി ഉണ്ടല്ലോ മൊബൈലിന്റെ പറയിലൊരെണ്ണം അല്ലേ, ഞാൻ ഒന്ന് വലിച്ചാലൊരു കമ്പി കിട്ടും കുത്താൻ. അത് ഇപ്പഴേ ശീലിപ്പിക്കാണ് അല്ലാഹു തആല, നമ്മളെ കൊണ്ട് തന്നെ കുത്തിക്കുകയാണ്. അങ്ങനെ കുത്തി കുത്തി നോട്ട് 3 നോട്ട് 4 ഒക്കെ എടുത്ത് വെച്ച് നോക്കിയാൽ എന്റെ കീഴിൽ സാധനങ്ങൾ കമ്പി എടുത്ത് വെച്ച് കുത്ത, കബറിനകത്ത് ഇതേപോലെ എന്നെ കുത്തു എന്നുള്ള ഓർമ്മിപ്പിക്കാണ് സംഭവം. ഇതെല്ലാം ടെസ്റ്റ് ഡോസ് ആണല്ലോ, ഇതെല്ലാം ടെസ്റ്റ് ഡോസാണ്. ആഖിറത്തിലേക്കുള്ളതിന്റെ ഒക്കെ ടെസ്റ്റ് ഡോസ് ഇവിടെ നടക്കുന്നത് മുഴുവൻ എല്ലാ സംഭവം. നമ്മൾ മരിച്ചാലും നമ്മുടെ അമലുകൾ നഷ്ടപ്പെടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്, നമ്മൾ മരിച്ചാലും നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. കൊച്ചിൻ അനീഫ മരിച്ചുപോയി, കൊച്ചിൻ അനീഫയുടെ സിനിമ കാണുന്നില്ലേ? കൊട്ടാരക്കര ബാബു ഗോപി, കൊട്ടാരക്കര ഗോപി മരിച്ചുപോയി, കൊട്ടാരക്കര ഗോപിയുടെ സിനിമ കാണുന്നില്ലേ? ഇല്ലയോ? സൈനുദ്ദീൻ മരിച്ചുപോയി, സൈനുദ്ദീന്റെ സിനിമ കാണുന്നില്ലേ? അല്ല, അത് മായൂല്ലോ. പ്രേമ നസീർ മരിച്ചുപോയി, പ്രേമ നസീറിന്റെ സിനിമ കാണുന്നില്ലേ? അത് കാണാൻ ഒരു പ്രത്യേക ടേസ്റ്റാ ഉസ്താദേ. ഇല്ല, കണ്ടില്ലേ? ഇതേപോലെ തന്നെ നമ്മൾ മരിച്ചാൽ നമ്മുടെ അമലുകൾ നഷ്ടപ്പെടൂല, നമ്മൾ മരിച്ചാൽ നമ്മുടെ അമലുകൾ നഷ്ടപ്പെടൂല. നമ്മുടെ അമലുകൾ നന്നാക്കി നമ്മുടെ പണം കൊടുത്ത് നമ്മൾ സ്വർഗം വിലയ്ക്ക് വാങ്ങി, ഉള്ള പണം അള്ളാന്റെ മാർഗത്തിൽ ചെലവേ. ഇവിടെ മക്കൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിട്ടൊന്നും ഖബറിൽ പോയി കിടക്കുമ്പോൾ അള്ളാ എനിക്ക് അറിയില്ലായിരുന്നു റഹ്മാനെ, ഞാൻ ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇത് മൊത്തം നിന്റെ മാർഗത്തിൽ ഞാൻ ചെലവ് ചെയ്യുമായിരുന്നു, ഞാൻ അറിഞ്ഞില്ല അല്ല, പ്ലീസ് ഒന്നുകൂടെ ഒന്ന് മടക്കിത്ത അള്ളാ. കല്ലാ ഇദാ ദുഃഖത്തിൽ അർളു ദക്കാ ദക്കാ വജാ റബ്ബുക വൽ മലകു സഫാ സഫാ വജീഅ യൗമൈദിൻ ബിജഹന്നം യൗമൈദി യതദക്കറുൽ ഇൻസാൻ വഅന്നാ ലഹു ദിക്റാ യഖൂലു യാ ലൈതനീ قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد ولا يوثق وثاقه أحد. നാളെ ആകാശഭൂമികളെ തകിടം മറിച്ച് അതിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ധൂളികളായി പറപ്പിക്കപ്പെടുമ്പോ നാളെ മനുഷ്യ മക്കളെ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസത്തിൽ നരകത്തെ 70,000-ഓളം വരുന്ന ചങ്ങലകളിൽ 70,000-ഓളം വരുന്ന മലക്കുകൾ ഓരോ ചങ്ങലയുടെ അഗ്രത്തിൽ പിടിച്ച് കെട്ടിവലിച്ചു കൊണ്ടുവരുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്യാഡംബരങ്ങളോടെ മലക്കുകൾ ഇതാ സഫ് സഫായി വരിക്ക് നിൽക്കുമ്പോ പടച്ച തമ്പുരാൻ വിധി തീർപ്പിന് വേണ്ടി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ആ നരകം കൊണ്ടുവരുന്ന രംഗം നമ്മൾ കാണുമ്പോ അവനിതാ വിളിച്ചു പറയുകയാണ്, നാദാ യാ ലൈതനീ ഖദ്ദംതു ലിഹയാതീ, ഒരിക്കൽ കൂടി ഒരു ജീവിതം നൽകുമോ അല്ലാ,
ഒരിക്കൽ കൂടി ഒരവസരം നാട്ടിൽ നൽകുമോ അല്ലാ? പടച്ചവരെ, ഇനി ഒരു തെറ്റിലേക്ക് ഞാൻ പോവില്ല അല്ലാ. എന്റെ സമ്പത്ത് മുഴുവനും നിനക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കാം റബ്ബേ. യാ ലൈതനീ കുന്തു തുറാബാ, എന്നെ നീ മണ്ണാക്കുമോ അല്ലാ? ഈ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്റെ സമ്പത്ത് എനിക്ക് ഉപകരിച്ചില്ലല്ലോ അല്ലാ. ദുനിയാവിൽ എത്രയോ വഴികളുണ്ടായിട്ട് പോലും എന്റെ സമ്പത്ത് അവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ എന്റെ മനസ്സനുവദിച്ചില്ലല്ലോ നാഥാ. അതുകൊണ്ട് ഒരവസരം നൽകി നീ ഒന്ന് ദുനിയാവിലേക്ക് മടക്കുമോ അല്ലാ? യതീമായ എത്രയെത്ര മക്കള് നമ്മുടെ മുന്നിലുണ്ടായിട്ട് ആ യതീമായ മക്കളുടെ മുന്നിലൂടെയല്ലേ ആഡംബര വാഹനങ്ങളിലൂടെ നടക്കുന്നത്? യതീമായ പൊന്നുമോനല്ലേ നമ്മുടെ കടിഞ്ഞാൻ പിടിച്ച ലോകത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ മരിച്ചു വീണിട്ട് ഉപ്പയെ കണ്ടിട്ടില്ലല്ലോ. ആ ഉമ്മ പോലും 6 വയസ്സിൽ ആ പ്രവാചകൻ എന്ന് വിട പറഞ്ഞു പോയില്ലേ? ആ യതീമായ പ്രവാചകനല്ലേ പറഞ്ഞത്, ആരെങ്കിലും ഒരു യതീമായ പൊന്നുമോന്റെ തലയൊന്ന് തടവിയാൽ അവന്റെ ആ കൈയുടെ വിരലുകൾ തലമുടിയുടെ ഏതെല്ലാം ഭാഗങ്ങളിലൂടെ സ്പർശിച്ചു പോയിട്ടുണ്ടോ അതിന്റെ ഓരോ മുടിക്കും അവന് പ്രതിഫലം നൽകപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. പെൺമക്കളുടെ പേരിൽ ദുഃഖിക്കുന്ന മാതാക്കളെ, പെൺമക്കളായതിന്റെ പേരിൽ ദുഃഖിക്കുന്ന പിതാക്കളെ, പുറനിറഞ്ഞു നിൽക്കുന്ന പെൺമക്കളെ ഓർത്ത് വേവലാതിപ്പെടുന്ന മക്കളെ, അല്ലാഹുവിന്റെ റസൂൽ ഇതാ അവർക്കൊരു ഉപഹാരം പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആരെങ്കിലും പെൺമക്കളോട് കരുണ കാണിച്ചാൽ, ആരെങ്കിലും പെൺമക്കളെ സ്നേഹിച്ചാൽ, ആരെങ്കിലും പെൺമക്കളോട് ആദരവ് കാട്ടിയാൽ, ആരെങ്കിലും പെൺമക്കളോട് നല്ല നിലയിലുള്ള സംഭാഷണം നടത്തിയാൽ, അവൻ അല്ലാഹയെ പേടിച്ച് കരഞ്ഞവനെ പോലെയാണ്, അല്ലാഹയെ ഓർത്ത് കരഞ്ഞവനെ പോലെയാണ്, ആഖിറത്തെ ഓർത്ത് കരഞ്ഞവനെ പോലെയാ. വമൻ ബകാ മിൻ ഖശിയത്തില്ലാഹ് ദഖലൽ ജന്ന. ആരെങ്കിലും അല്ലാഹയെ ഓർത്ത് കരഞ്ഞാൽ ഒരു കടകമണിയുടെ അളവോളം കണ്ണുനീർ അവന്റെ കണ്ണിൽ നിന്ന് ഇറ്റി വീണാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പെൺമക്കളുടെ പേരിൽ നരകത്തിലേക്ക് പോവില്ല മക്കളെ. പെൺമക്കളെ സംരക്ഷിച്ചാൽ നിങ്ങൾക്ക് സ്വർഗമാണ്, സ്വർഗമാണ്. ദുനിയാവിൽ നിങ്ങൾക്കൊരു പക്ഷേ കഷ്ടമുണ്ടായേക്കാം, ആ പെണ്ണിനെ ഓർച്ച് നിങ്ങൾ ദുഃഖിച്ചേക്കാം. പക്ഷേ ഉപ്പമാരെ, ആ ദുഃഖം നിങ്ങൾ ഒതുക്കി വെക്കണേ. അത് നമ്മുടെ പെൺമക്കളുടെ മുന്നിൽ നിങ്ങൾ പ്രകടിപ്പിക്കരുതേ, പ്രകടിപ്പിക്കരുതേ. ആ പെൺമക്കൾക്ക് നിങ്ങൾ സന്തോഷം പകർന്നു കൊടുക്കണേ. ആരെങ്കിലും ആ പൊന്നുമോളുടെ തലയൊന്ന് തടവിക്കൊടുത്താൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് നൽകുന്ന സമ്മാനം സ്വർഗമാണ്, സ്വർഗമാണ്, സ്വർഗമാണ്. ആ മണിമാളികകൾ കോടികൾ കൊടുത്താൽ ലഭിക്കാത്ത മണിമാളികകളാണെങ്കിൽ ആരെങ്കിലും തന്റെ പെൺമക്കളോട് സന്തോഷത്തോടുകൂടി ഒന്ന് പുഞ്ചിരിച്ചാൽ അല്ലാഹു അവർക്ക് നൽകുന്ന സമ്മാനം സ്വർഗമാണ്, സ്വർഗമാണ്. 3 സഹോദരിമാരെ, 3 പെൺമക്കളെ ആരെങ്കിലും വളർത്തി അവളെ വിവാഹം കഴിപ്പിച്ചയച്ചാൽ ഞാനും അവരും സ്വർഗത്തിൽ ഇതേപോലെയാണെന്ന് 2 വിരൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ. ആരാണ് എത്രത്തോളം ഓഫർ നിങ്ങൾക്ക് നൽകുക? അതുകൊണ്ട് പെൺമക്കളാണ് അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആ പെൺമക്കളെ പോറ്റിയതിന്റെ പേരിൽ അല്ലാഹു സ്വർഗമല്ലാതെ പ്രതിഫലം നൽകുകയില്ല. അതുകൊണ്ട് യതീമായ മോള്, യതീമായ മകന്, പെൺമക്കള്, ഇവരെയൊക്കെ നല്ല നിലയിൽ നമ്മൾ സംരക്ഷിക്കണം, നല്ല നിലയിൽ സംരക്ഷിക്കണം. അവരെയാണ് നമുക്ക് നല്ല നിലയിൽ കൊണ്ടുപോകേണ്ടത്, അവരെയാണ് ചിരിപ്പിക്കേണ്ടത്. ആൺകുട്ടിയെ ചിരിപ്പിക്കാനൊന്നും ആൺകുട്ടിയെ സംരക്ഷിക്കണമെന്നും അല്ല പറഞ്ഞത്. പെൺകുട്ടി, പെൺകുട്ടി, ആ പെൺമക്കളോടാണല്ലോ നമുക്ക് വിരോധം. അങ്ങനെ വിരോധം ഉണ്ടാകരുത്. ആ പെൺമക്കളെ സന്തോഷിപ്പിച്ചാൽ അവർക്ക് സ്വർഗമല്ലാതെ മറ്റു പ്രതിഫലമില്ല. യതീമായ മക്കൾ, യതീമായ മക്കൾ. നമ്മുടെ ഈ നാട്ടിൽ തന്നെ അടുത്ത സമയത്ത് ഒരു ആൾ മരണപ്പെട്ടു, 28 വയസ്സുകാരല്ലേ, 28 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. യതീമായ മക്കൾ എത്ര മക്കളുണ്ട്?
2 മക്കൾ എത്തിയുമായ പോലെ ഒരുപാട് മരണമാണ്. കസറത്തുൽ മൗത്ത് ഇന്ന മിൻ അശ്റാത്തി സാഅ. ഖിയാമത്തിന്റെ അടയാളമാണ് മരണം അധികരിക്കുക, പെട്ടെന്നുള്ള മരണം. നഊദു ബില്ലാഹി മിൻ സുഖ്തിഹി വ ഇഖാബിഹി. അല്ലാഹുമ്മ നജ്ജിനാ മിമ്മാ യബ്തലാക അല്ലാഹു ബിഹി വഫല്ലനാ ഖൈറൻ മിമ്മാ ഖലഖ തഫ്ളീലാ. അല്ലാഹു നമ്മളെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ, സംരക്ഷിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണം